സ്നേഹമെന്തെന്നറിയാത്ത നമ്മെ സ്നേഹിപ്പതിനായി യേശു മരിച്ചു. യേശു കാൽവറിയിൽ മരിച്ചത് എന്തിനു വേണ്ടിയാകുന്നുവെന്ന് അറിയാത്തവർ ഈ ലോകത്തിൽ ആരുമില്ല. എന്നാൽ ആ വലിയ ദൗത്യം മനസ്സിലാക്കി അത് വിശ്വാസത്താൽ ആ രക്ഷ കരസ്ഥമാക്കി യേശുവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ നമുക്ക് പലപ്പോഴും മടിയാണ്. കാരണം യേശു നമ്മെ സ്നേഹിച്ചെങ്കിലും ഇന്നും നമ്മുടെ അകത്ത് നിൽക്കുന്നത് ലോകസ്നേഹമാണ്. ലോകസ്നേഹവും ദൈവസ്നേഹവും കൊണ്ട് നമുക്ക് ഒന്നിച്ചു പോകാനൊക്കത്തില്ല. ആകയാൽ വേദോസ്തം ഇങ്ങനെ പഠിപ്പിക്കുന്നു, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം ആകുന്നു. സ്വന്തം ജീവൻ തന്ന് രക്തം തന്ന് നമ്മെ സ്നേഹിച്ച ആ മഹാസ്നേഹത്തിന്റെ ഉടമസ്ഥനായ യേശുവിനെ വാസ്തവമായി സ്നേഹിപ്പാനും ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പനകളെ പ്രമാണിപ്പാനും നാം മറന്നു പോകരുത്. അങ്ങനെ നാം ചെയ്താൽ ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ ഇരിക്കുന്നത് നമുക്ക് അനുഗ്രഹമാണ്. എന്നാൽ വേദോസ്തം വീണ്ടും പറയുന്നുണ്ട്, ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരമാകുന്നു എന്ന്. ഇന്ന് ആ ബലമുള്ള കരം നമ്മെ താങ്ങുവാൻ താണിരിപ്പുണ്ട്. ആർക്കു വേണമെങ്കിലും ആ കരങ്ങളിൽ ഇരിക്കാം. പക്ഷേ ഇന്ന് നാം ദൈവകരങ്ങളിൽ ഇരുന്നില്ലെങ്കിൽ ഇതേ കരത്തിൽ നാം വീണു കഴിഞ്ഞാൽ പിന്നെ ആർക്കും നമ്മെ രക്ഷിക്കാൻ ഒക്കത്തില്ല എന്ന് വേദോസ്തം പഠിപ്പിക്കുന്നുണ്ട്. ആ ക്രിസ്തുവിന്റെ സ്നേഹത്തെ വർണ്ണിക്കുന്ന പരമോന്നതനായ ദൈവത്തിന്റെ മഹാസ്നേഹത്തെ ഉയർത്തുന്ന ഒരു മനോഹരമായ ഗാനം ശ്രവിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കൾ ഇന്നും ലോകസ്നേഹത്തിന്റെ പിടിയിലാണെങ്കിൽ ഇത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ തകർക്കും, നിങ്ങളെ നിത്യ തീപ്പൊയ്യിലേക്ക് കൊണ്ടിടും. പക്ഷേ നിങ്ങൾ ലോകത്തെ വെറുത്ത് ദൈവസ്നേഹത്തിലേക്ക് വരികയാണെങ്കിൽ നിത്യതയിൽ സൗഭാഗ്യം തന്ന് നിങ്ങളെ സ്വന്തം മക്കളാക്കിയിരുത്തുവാൻ ദൈവം ഇന്നും ശക്തനാണ്. ഈ വരികൾ നിങ്ങളുടെ മനസ്സിലെ അതിലേക്ക് തിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരമോന്നതൻ പരിപാവനൻ പരിശുദ്ധദേവൻ യേശുനാഥൻ സ്തുതിഗീതിയാ സ്വർഗേ വസിക്കും അതികോമളൻ എൻ യേശുദേവൻ അതികോമളൻ എൻ യേശുദേവൻ. പരമോന്നതൻ പരിപാവനൻ പരിശുദ്ധദേവൻ യേശുനാഥൻ പരമോന്നതൻ പരിപാവനൻ പരിശുദ്ധദേവൻ യേശുനാഥൻ സ്തുതിഗീതിയാ സ്വർഗേ വസിക്കും അതികോമളൻ എൻ യേശുദേവൻ സ്തുതിഗീതിയാ സ്വർഗേ വസിക്കും അതികോമളൻ എൻ യേശുദേവൻ അതികോമളൻ എൻ യേശുദേവൻ പരമോന്നതൻ പരിപാവനൻ പരിശുദ്ധദേവൻ
യേശുനാഥൻ. സ്നേഹമെന്തെന്നറിയാത്തവരെ സ്നേഹിച്ചതിനായി നീ മരിച്ചു. സ്നേഹമെന്തെന്നറിയാത്തവരെ സ്നേഹിച്ചതിനായി നീ മരിച്ചു. സ്നേഹമാം നിന്നെ കണ്ടിടുവാൻ സ്നേഹമാം ദൈവമേ നീ കനിഞ്ഞു. സ്നേഹമാം നിന്നെ കണ്ടിടുവാൻ സ്നേഹമാം ദൈവമേ നീ കനിഞ്ഞു. പരമോന്നതൻ പരിപാവനൻ പരിശുദ്ധദേവൻ യേശുനാഥൻ. സ്തുതിഗീതിയാ സ്വർഗേ വസിക്കും അതികോമളൻ എൻ യേശുദേവൻ. അതികോമളൻ എൻ യേശുദേവൻ. സത്യസ്വരൂപനെ വാഴ്ത്തുകയെന്നും സത്യത്തിൽ ഞാൻ നടപ്പതിനായി. സത്യസ്വരൂപനെ വാഴ്ത്തുകയെന്നും സത്യത്തിൽ ഞാൻ നടപ്പതിനായി. സത്യസ്വരൂപനം യേശു മഹേശ നിത്യതയോളം കാത്തിടുക. സത്യസ്വരൂപനം യേശു മഹേശ നിത്യതയോളം കാത്തിടുക. പരമോന്നതൻ പരിപാവനൻ പരിശുദ്ധദേവൻ യേശുനാഥൻ. പരമോന്നതൻ പരിപാവനൻ പരിശുദ്ധദേവൻ യേശുനാഥൻ. സ്തുതിഗീതിയാ സ്വർഗേ വസിക്കും അതികോമളൻ എൻ യേശുദേവൻ. സ്തുതിഗീതിയാ സ്വർഗേ വസിക്കും അതികോമളൻ എൻ യേശുദേവൻ. അതികോമളൻ എൻ യേശുദേവൻ. പരമോന്നതൻ പരിപാവനൻ പരിശുദ്ധദേവൻ യേശുനാഥൻ. സ്വർഗം വെടിഞ്ഞ് നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിന് വേണ്ടി ജീവിക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള സമയം നമ്മൾ ഒരുമിച്ച് ചേർന്ന് കരങ്ങളടിച്ച് നമ്മുടെ ദൈവത്തെ പാടി സ്തുതിപ്പാൻ ആരാധിക്കാൻ പോവുകയാണല്ലോ. ഈ സമയം നമ്മുടെ മതിയായിരിക്കുന്ന അഭിഷക്തന്മാർ സ്റ്റേജിലേക്ക് വന്നിരിപ്പാൻ ഓർപ്പിക്കുന്നു. ഇന്നത്തെ നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യുവാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ആയിരിക്കുന്ന കൊട്ടാരക്കര ചർച്ച് ഓഫ് ഗോഡ് ഡിസ്ട്രിക്ട് പാസ്റ്റർ ജോൺസൺ പാസ്റ്റർ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. തൃക്കണമംഗൽ ചർച്ച് ഓഫ് ഗോഡിലെ പാസ്റ്റർ ജോജി മികായൽ. ഇന്ന് നമ്മുടെ മുഖ്യ മെസ്സേജ് നമുക്ക് തരുന്ന ഹാപ്പി അലക്സാണ്ടർ, അത് ട്രാൻസ്ലേഷൻ ചെയ്ത് നമ്മെ സഹായിക്കുന്ന വിനോദ് പാസ്റ്റർ തിരുവനന്തപുരം, അവരെല്ലാം സ്റ്റേജിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. വടവാദൂർ പാസ്റ്റർ പ്ലീസ്.
മർക്കോസ് മാസ്റ്റർ, സാം തോമസ് മാസ്റ്ററെ, എൽഷദായി സുരേഷ് മാസ്റ്റർ, ദയവായി നിങ്ങളെല്ലാം മുമ്പോട്ട് വരാൻ ആഹ്വാനം ചെയ്യുന്നു. പ്ലീസ്, അഭിഷക്തന്മാർ അവിടെ ഇരിക്കരുത്. നിങ്ങൾക്കൂടെ സീറ്റുകൾ അറേഞ്ച്. അലക്സ് മാസ്റ്റർ, എല്ലാവരെയും ഹല്ലേലൂയ. നമ്മുടെ ചെങ്ങമനാട് സ്വദേശിയായ ഇവാഞ്ചലിസ്റ്റ് MC എബ്രഹാം നമുക്കെല്ലാം സുപരിചിതനും അനേക ട്രാക്റ്റുകളും ചെറിയ പുസ്തകങ്ങളും ഒക്കെ എഴുതിയിരിക്കുന്ന നല്ലൊരു അഭിഷക്തനാണ്. സുവിശേഷത്തിന് വേണ്ടി തന്നാലാവോളം പ്രവർത്തിക്കുകയും കർത്താവിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന അഭിഷക്തൻ എഴുതിയ അന്ത്യകാല സംഭവങ്ങൾ ഭാവി പ്രവചനത്തെ ആസ്പദമാക്കിയും ഇനിയുള്ള നാളുകൾ സംഭവിക്കാൻ സാധ്യതയുള്ളതിനെക്കുറിച്ചും ദൈവാത്മാവിൻ്റെ പ്രേരണയാൽ ആ ദേവദാസൻ എഴുതിയ മനോഹരമായ ഒരു ചെറിയ പുസ്തകം പുറകിൽ ആ ദേവദാസന്റെ പക്കൽ വിൽപ്പനയ്ക്കുണ്ട്. നിങ്ങളത് വാങ്ങിച്ച് വായിക്കുക. അന്ത്യകാലം എന്ന് നമ്മൾ പറയാറുണ്ടെന്നാൽ എന്താണ് അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്നത്? ഇത് നിങ്ങൾ വാങ്ങിച്ചാൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് പരിഹാരമായി തീരും. എത്ര പേർക്ക് താല്പര്യമുണ്ട് ദൈവത്തെ ആരാധിപ്പാൻ? പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ വാസ്തവമായി അനുഗ്രഹിക്കാൻ പോകുകയാണ്. ഈ സമയം നിങ്ങൾക്ക് സ്വമനസ്സാൽ മുമ്പോട്ട് കയറിയിരിക്കാൻ താല്പര്യമുള്ളവർക്ക് മുമ്പോട്ട് കയറിയിരിക്കാം. ആ മനസ്സോടെ കുറച്ചുകൂടെ മുമ്പോട്ട് ഞാൻ കയറിയിരുന്നു കൊള്ളാം. ദൈവത്തെ ആരാധിപ്പാനും ദൈവവചനം കേൾക്കുവാനും ദൈവദാസന്മാരെ ബഹുമാനിച്ചുകൊണ്ട് ഞാനത് ചെയ്യുന്നു എന്നുള്ള നല്ല ചിന്തയോടെ നല്ല മനസ്സോടെ അങ്ങനെ ചെയ്യുവാൻ താല്പര്യമുള്ളവർക്ക് ഈ സമയം ഉപയോഗിക്കാം. നിങ്ങളുടെ മുമ്പിലെ കസാരകൾ ഒഴിവുണ്ടെങ്കിൽ നിങ്ങൾ മുമ്പോട്ട് കയറിയിരിക്കാൻ ഓർപ്പിക്കുന്നു. തുടർന്ന് നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഗാനങ്ങൾ പാടി ആരാധിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, ആരാധനയിൽ വിടുതലുണ്ട്, ആരാധനയിൽ ദൈവസാന്നിധ്യം ഇറങ്ങി വരും. ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു സംഭവമുണ്ട്. ഫിലിപ്പിയൻ കാരാഗൃഹത്തിൽ ആ പൗലോസും സീലാസും പാടി സ്തുതിച്ചു ആരാധിച്ചു എന്ന അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിച്ചു വിടാറുണ്ട്. എന്നാൽ ആ ഭാഗം നമ്മളൊന്ന് പഠിച്ചാൽ, ചിന്തിച്ചാൽ, നമ്മുടെ ബുദ്ധിക്ക് ചിന്തിക്കാനൊക്കാത്തൊരു വലിയ പ്രവൃത്തി അന്നത്തെ ആരാധനയിൽ ആ രാത്രിയിൽ സംഭവിച്ചു എന്ന് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മളൊക്കെ ആരാധിക്കുന്നത് മനസ്സും ശരീരമൊക്കെ നല്ല സ്വസ്ഥതയും സന്തോഷവും സുഖവും ബന്ധനങ്ങളൊന്നുമില്ലെങ്കിൽ എല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ ആരാധിക്കുന്നത്. പക്ഷേ അപ്പോസ്തലന്മാർ ആരാധിച്ചത് കൈയും കാലും പോലും ചലിക്കാത്ത, ദേഹം മുഴുവൻ വ്രണങ്ങൾ, അടി, എത്രത്തോളം പീഡിപ്പിക്കാം അത്രത്തോളം പീഡിപ്പിച്ചു, എത്രത്തോളം ബന്ധിക്കാം കൈയും കാലും ബന്ധിച്ച് ആമത്തിലിട്ടിരിക്കുന്നു. പക്ഷേ അതിൻ്റെ നടുവിൽ അവർ ദൈവത്തെ ആരാധിച്ചു. അതല്ല എൻ്റെ വിഷയം. പക്ഷേ നിങ്ങൾ അടുത്ത നിമിഷങ്ങളിലേക്കൊന്ന് ശ്രദ്ധ പോയേ. ഈ രണ്ട് പേര് ആരാധിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്നലെ വരെ അല്ലെങ്കിൽ ആരാധനയ്ക്ക് തൊട്ട് മുമ്പ് വരെ അത് കാരാഗ്രഹം ജയിലായിരുന്നെങ്കിൽ ആരാധന കഴിഞ്ഞപ്പോൾ കാരാഗ്രഹ പ്രമാണി ഉൾപ്പെടെ ഉള്ള വ്യക്തികൾ സ്നാനപ്പെട്ട് അത് ദൈവസഭയായി മാറിയെന്ന് വേദോസ്തവം പഠിപ്പിക്കുന്നു. രണ്ടു പേരുടെ ആരാധന, ഒറ്റ രാത്രിയിലെ ആരാധന ഒരു ജയിലിനെ ചർച്ചാക്കി മാറ്റിയെങ്കിൽ ഇന്ന് നാം ഒന്നിച്ച് ഈ ദേശത്ത് ആരാധിച്ചാൽ ഈ കിഴക്കേ തെരുവ്, ചെങ്ങമനാട്, ഈ കൊട്ടാരക്കര, ഈ ചുറ്റുപാടുള്ള ദേശം വിടുവിക്കപ്പെടുമെന്ന് ഞാൻ ഉറപ്പോടെ പ്രഖ്യാപിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ട് അഭിഷക്തന്മാരുടെ ആരാധന ജയിലിനെ സഭയാക്കിയെങ്കിൽ നമ്മൾ ഈ 100-200 പേര് ഒന്നിച്ച് ആരാധിച്ചാൽ തീർച്ചയായും ദേശം വിടുവിക്കപ്പെടുമെന്ന് ഉറപ്പുള്ളവർ ഏക മനസ്സോടെ ഏകയാത്മാവിൽ നമുക്ക് ഒരുമിച്ച് കരങ്ങളടിച്ച് സ്വാതന്ത്ര്യത്തോടെ അന്യഭാഷ പറഞ്ഞ് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. സ്തുതി എവിടെ ഉയരുന്നോ അവിടെ ദൈവം ഇറങ്ങി വരും. ദൈവം എവിടെ ഇറങ്ങി വരുന്നോ അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകും. ആകിയാൽ ജനത്തെ അടിമയാക്കി വെച്ചിരിക്കുന്ന, ജനത്തിന്റെ മനസ്സിനെ കുരുടാക്കുന്ന, അന്ധവിശ്വാസം നിറയ്ക്കുന്ന, അനാചാരം നിറയ്ക്കുന്ന, സത്യത്തെ മറയ്ക്കുന്ന, ദേശത്ത് വ്യാപരിക്കുന്ന സകല അന്ധകാര മണ്ഡലങ്ങളും തകരുവാൻ, ജനം സ്വതന്ത്രമാകുവാൻ ആഗ്രഹിക്കുന്നവർ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആരാധിക്കാം. ദൈവത്തിന്റെ നാമം ഉയരട്ടെ. എല്ലാ പാതാള ഗോപുരങ്ങളും തകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കൊയറിനോട് ചേർന്ന് കരങ്ങളടിച്ച് ആരാധിക്കാം. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി യേശുപരാ. പാപത്തിൽ നിന്നെ വീണ്ടവനേ, പാറമേലെന്നെ നിർത്തിയോനേ. പാപത്തിൽ നിന്നെ വീണ്ടവനേ, പാറമേലെന്നെ നിർത്തിയോനേ. ഉന്നത പദവിയിൽ ഇരുത്തിയോനേ, നല്ല കർത്താവേ സ്തുതി നിനക്ക്. ഉന്നത പദവിയിൽ ഇരുത്തിയോനേ,
സ്തുതി നിനക്ക്. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പ്രാണനെ മരണത്തിൻ പിടിയിൽ നിന്നും ആയുസ്സിനെ കണ്ണുനീരിൽ നിന്നും, പ്രാണനെ മരണത്തിൻ പിടിയിൽ നിന്നും ആയുസ്സിനെ കണ്ണുനീരിൽ നിന്നും, അധ്വാന ഫലത്തെ നഷ്ടത്തിൽ നിന്നും സൂക്ഷിച്ച ദൈവമേ സ്തുതി നിനക്ക്. അധ്വാന ഫലത്തെ നഷ്ടത്തിൽ നിന്നും സൂക്ഷിച്ച ദൈവമേ സ്തുതി നിനക്ക്. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ഭൗതിക നന്മകൾ തന്നവനേ, ജീവിത സൗകര്യങ്ങൾ തന്നവനേ, ഭൗതിക നന്മകൾ തന്നവനേ, ജീവിത സൗകര്യങ്ങൾ തന്നവനേ, നല്ല കുടുംബം തന്നവനേ, പ്രിയ കർത്താവേ സ്തുതി നിനക്ക്. നല്ല കുടുംബം തന്നവനേ, പ്രിയ കർത്താവേ സ്തുതി നിനക്ക്. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പാപത്തിൽ നിന്നെന്നെ വീണ്ടവനേ, പാപമേലെന്നെ നിറുത്തിയോനേ. പാപത്തിൽ നിന്നെന്നെ വീണ്ടവനേ, പാപമേലെന്നെ നിറുത്തിയോനേ. ഉന്നത പദവിയിൽ ഇരുത്തിയോനേ, നല്ല കർത്താവേ സ്തുതി നിനക്ക്. ഉന്നത പദവിയിൽ ഇരുത്തിയോനേ, നല്ല കർത്താവേ സ്തുതി. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ഭൗതിക നന്മകൾ തന്നവനേ, ജീവിത സൗകര്യങ്ങൾ തന്നവനേ, ഭൗതിക നന്മകൾ തന്നവനേ, ജീവിത സൗകര്യങ്ങൾ തന്നവനേ, നല്ല കുടുംബം തന്നവനേ, പ്രിയ കർത്താവേ സ്തുതി നിനക്ക്. നല്ല കുടുംബം തന്നവനേ, പ്രിയ കർത്താവേ സ്തുതി നിനക്ക്. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, ഹല്ലേലൂയ യേശുപരാ. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, ഹല്ലേലൂയ യേശുപരാ. ഇത്ര നല്ലിടയൻ, ഉത്തമ സ്നേഹിതൻ, നിത്യനം രാജാവൻ, കൂട്ടാളിയായി. നമുക്കെല്ലാവർക്കും ദൈവസ്ഥനെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് തുടർന്നുള്ള നിമിഷങ്ങൾ ആ ദൈവത്തെ ആരാധിക്കാം. എല്ലാ ദൈവമക്കളും എല്ലാ പ്രിയപ്പെട്ടവരും എഴുന്നേറ്റ് നിന്ന് സ്വാതന്ത്ര്യത്തോടെ കരങ്ങളടിച്ചുകൊണ്ട് ആ ദൈവത്തെ ആരാധിക്കാം. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, എല്ലാ ഭാരങ്ങളും മാറട്ടെ, എല്ലാ നിരാശകളും മാറട്ടെ. ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. പ്രിയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയായി. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയായി. ലോകത്തിൻ താമുകൾ നീങ്ങിപ്പോയിടുമ്പോൾ, ലോകക്കാരെല്ലാരും കൈവെടിഞ്ഞിടുമ്പോൾ, ലോകത്തിൻ താമുകൾ നീങ്ങിപ്പോയിടുമ്പോൾ, ലോകക്കാരെല്ലാരും കൈവെടിഞ്ഞിടുമ്പോൾ, സ്വന്തം സഹോദരൻ തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമേ കൂട്ടാളിയായി. സ്വന്തം സഹോദരൻ തള്ളിക്കളയുമ്പോൾ
യോസേഫിൻ ദൈവമേ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി കഷ്ടങ്ങളേറ്റകൻ പ്രിയനെ കാണാറായി. താമര ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി കഷ്ടങ്ങളേറ്റകൻ പ്രിയനെ കാണാറായി. എന്നു നീ വന്നിടും എപ്പോൾ നീ വന്നിടും എത്ര നാൾ നോക്കിയാൽ വാക്കേണം പ്രിയനെ. എന്നു നീ വന്നിടും എപ്പോൾ നീ വന്നിടും എത്ര നാൾ നോക്കിയാൽ വാക്കേണം പ്രിയനെ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവായകം. കഷ്ടങ്ങൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും വ്യാപരിച്ചിടുമ്പോൾ ശത്രുക്കളാകുമ്പോൾ അന്ധകാരം ഭൂമിയിൽ നേതാക്കൾ എല്ലാ ജാതീയ പൗരോഹിത്യ വ്യാപാര ശക്തികളും അന്ധകാര ശക്തികളും എല്ലാ പൈശാചിക കുടിയിരിപ്പുകളും യേശുവിന്റെ നാമത്തിൽ അടിയട്ടെ. സിംഹക്കുഴിയിലോ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ജീവിതം സൗഭാഗ്യ ജീവിതം ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകേ കൂട്ടാളിയാണേ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകേ കൂട്ടാളിയാണേ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ 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 നമ്മുടെ യേശു ജീവിക്കുന്നു. 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 ഹല്ലേലൂയ എല്ലാ രോഗശക്തികളും മാറിപ്പോട്ടപ്പോ, എല്ലാ അന്ധകാര ശക്തികളും മാറിപ്പോട്ടപ്പോ, എല്ലാ പൈശാചിക കോട്ടകളും തകർന്നപ്പോ യേശുവിന്റെ നാമത്തിൽ ജനം സൗഖ്യമാകട്ടെ. ജനത്തിന് മേൽ സമാധാനം വാഴട്ടെ. ഈ ശബ്ദപരിധിക്കകത്ത് ലോകരാജ്യങ്ങളുടെ അകത്ത് ഞങ്ങളെ ശ്രമിക്കുന്ന ഓരോ വ്യക്തികളും ഓരോ കുടുംബങ്ങളും രാജ്യത്ത് വിടുതൽ നടക്കട്ടെ. അവരുടെ കെട്ടുകൾ പൊട്ടട്ടെ, അവരുടെ ബന്ധനങ്ങൾ തകരട്ടെ, എല്ലാ നാശങ്ങളും മാറിപ്പോട്ടെ. ദൈവത്തിന്റെ ശക്തി ഭൂഖണ്ഡമേൽ ഇറങ്ങട്ടെ.
ഈ ദേശത്തെ അന്ധകാരങ്ങൾ തകരട്ടപ്പ, ദേശാധിപതികൾ തകരട്ടപ്പ, സത്യദൈവത്തെ ആരാധിപ്പാൻ ജനം സ്വതന്ത്രമാട്ടെ. യേശുവിന്റെ നാമം സകല നാമത്തിലും മേലായ നാമമാണ്. ആ നാമത്തിന് കീഴ്പ്പെടാത്ത ഒരു ശക്തിയുമില്ല. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ യേശു നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. ഒന്നും നിങ്ങൾക്കൊരു ദോഷം ചെയ്യത്തില്ലെന്ന് പറഞ്ഞ സ്വർഗം ഇന്നും നമ്മുടെ കൂടെയുണ്ട്. ജനത്തെ അടിമയാക്കുന്ന, അന്ധവിശ്വാസങ്ങൾ നിറയ്ക്കുന്ന, അനാചാരങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളും ഈ കിഴക്കേത്തെരുവ്, ചെങ്ങമനാട്, കൊട്ടാരക്കര ദേശം വിട്ട് മാറുക. യേശുവിന്റെ നാമം ഉയരട്ടെ. യേശുവിന്റെ നാമം ഉയരട്ടെ. ആ സ്നേഹനിധിയായ നല്ല ഇടയനായ ആ പരിശുദ്ധ ദൈവത്തെ മനസ്സോടെ നമുക്കൊന്ന് സ്തുതിക്കാമോ? ഉത്തമ സ്നേഹിതേ, നിത്യനാം രാജാവൻ, അവൻ നമ്മുടെ കൂട്ടാളി. പിന്നെന്തിനീ ഭാരങ്ങൾ? സർവശക്തനായ ദൈവം നമ്മുടെ സഖിയായി, പ്രാണസ്നേഹിതനായി, രക്ഷകനായി, കർത്താവായി എന്നും കൂടെ ഇരിക്കുന്നത് കൊണ്ട് എന്തിനീ വ്യാകുലം? കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. ക്രിസ്തീയ ജീവിതം ലോകത്തിന് തരാനൊക്കാത്തത്, മതങ്ങൾക്ക് തരാനൊക്കാത്തത് യേശുവിന് മാത്രം ചെയ്യാനൊക്കുന്നത് നിത്യസമാധാനം നമ്മുടെ ഉള്ളിലാക്കുവാൻ. ആ നിത്യസമാധാനം ഉള്ളിൽ വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം സൗഭാഗ്യമാകത്തുള്ളൂ. യേശുവേ നന്ദി. പ്രാർത്ഥനയോടെ നമുക്ക് ദേശങ്ങളിലിരിക്കാം. നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ സുവിശേഷ മഹായോഗത്തിൻ്റെ പ്രാരംഭ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം നമുക്ക് തന്ന വിലപ്പെട്ട സമയത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാ കണ്ണുകളും അടഞ്ഞോട്, എല്ലാ നാവും അല്പനേരം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടെന്ന രാത്രിയിൽ ഈ ഗ്രൗണ്ടിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം കൃപ നൽകിയല്ലോ. ഈ കിഴക്കേത്തെരുവ് ദേശത്ത് കർത്താവിൻ്റെ നാമത്തെ നമുക്ക് ഒരുമിച്ച് ഉയർത്തുവാൻ ധന്യനാകുന്ന ദൈവം കൃപ നൽകിയതിനായി നമുക്ക് നന്ദി പറയാം. കഴിഞ്ഞ നാളുകളിലൊക്കെയും അത്ഭുതകരമായി, മനുഷ്യകരമായി വിടുതലോടെ ദൈവമായ കർത്താവ് നമ്മെ നടത്തിയ വഴികളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. ശത്രു നമ്മുടെ മേൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കാതെ വണ്ണം നമ്മെ പരിപാലിച്ചതായ, നടത്തിയതായ എല്ലാ വൻകൃപകളെയും ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട് ആരാധനയ്ക്കായി. ആമേൻ. നമ്മെ ദൈവം ഒരുക്കുവാനിടയായല്ലോ. തുറന്ന കർത്താവിൻ്റെ വചനം പറഞ്ഞ് ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ ഈ ഡിസ്ട്രിക്റ്റിൻ്റെ കർത്തൃദാസൻ നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. അനന്തരമായി ദൈവത്തിൻ്റെ വചനം ആധികാരികമായി തൻ്റെ ജനത്തോട് സംസാരിക്കത്തക്കവണ്ണം കർത്താവ് അഭിഷേകം ചെയ്ത് കർത്താവിൻ്റെ ദാസനെ നമ്മുടെ മധ്യേ അയക്കുവാനിടയായല്ലോ. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിക്കുവാനും ദൈവികാലോചനകളാൽ ദൈവം നമ്മെ നിറയ്ക്കുവാനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമല്ലോ. ആമേൻ. ഹല്ലേലൂയ. ഈ ശുശ്രൂഷ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന അനവധി ജീവിതങ്ങളുണ്ട്. അവരെല്ലാം ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. കഷ്ടതകളും വേദനകളും അനുഭവിക്കുന്നവരുണ്ട്. ആമേൻ. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് തൻ്റെ വചനം അയച്ചു ജീവിതങ്ങളെ വിടുവിക്കുവാനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈ ഗ്രൗണ്ടും പരിസരവും മൈക്ക് സിസ്റ്റങ്ങളെല്ലാ ക്രമീകരണങ്ങളും പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദേശനിവാസികളായ കുടുംബങ്ങളെ ദൈവം ആശീർവദിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ 3 ദിവസങ്ങൾ ഇവിടെ നടക്കുന്ന സുവിശേഷീകരണം അനവധി കുടുംബങ്ങളെ ആത്മീകമായ ഉണർവിലേക്ക് നയിക്കുവാൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും ദൈവസന്നിധിയിൽ
പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസ്ഥലായിരിക്കുമ്പോൾ രണ്ട് കർത്തൃദാസന്മാർ മുൻപോട്ട് വന്ന് നമ്മെ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. ആമേൻ. ഷാരോൻ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ശുശ്രൂഷകനായ കർത്താവദാസൻ സാം തോമസും ആമേൻ അനന്തരം കർത്താവിൽ ക്ഷതായി ശുശ്രൂഷിക്കുന്ന കർത്താവദാസൻ സുരേഷ് പാസ്റ്ററും മുൻപോട്ട് കടന്നു വന്ന ഇരു കർത്തൃദാസന്മാരും പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസ്ഥനിലായിരിക്കാമല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും നിത്യനും പരിശുദ്ധനുമാകുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായി നല്ല രാത്രി വേളയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ഈ കിഴക്കേ തെരുവദേശത്തെ അങ്ങ് സ്നേഹിക്കുന്ന അവിടുത്തെ മഹാകരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ വർഷവും ഈ ഗ്രൗണ്ടിൽ ഇപ്രകാരം ഒരു മഹായോഗം ക്രമീകരിപ്പാൻ വലിയവനായ കർത്താവ് സഹായിച്ച വൻകൃപകൾക്കായി നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. കർത്താവേ, ഈ മഹായോഗത്തിനു വേണ്ടി കഴിഞ്ഞ ദിനങ്ങളിൽ പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ചെയ്തതായ ഈ ദേശത്ത് പ്രവർത്തിക്കുന്നതായ ഞങ്ങളുടെ വിലപ്പെട്ട ദാസൻ ജേക്കബ് പാസ്റ്റർക്കായി തന്നോടൊപ്പമായിരിക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ പ്രവർത്തനങ്ങളെ കർത്താവ് മാനിക്കുകയും ആദരിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് രാത്രിയിൽ ഈ മീറ്റിങ്ങിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവദാസന്മാർക്കുമായി സ്തോത്രം ചെയ്യുന്നു. ദൈവജനത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ ദേശത്തോടുള്ളതായ ദൈവത്തിൻ്റെ അരുളപ്പാട് ഇന്ന് രാത്രി കർത്താവ് വ്യക്തമായി അറിയിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പ്രത്യേക രാത്രിയായിരിക്കാൻ നന്ദിയോടങ്ങ് സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് ലഭിക്കേണ്ടതായ ആത്മീയ അനുഗ്രഹങ്ങളെ തടയുന്നതായ എല്ലാ അന്ധകാര ശക്തികളെയും ഇന്ന് രാത്രി അവിടുന്ന് വെട്ടിമാറ്റിക്കൊണ്ട് ഞങ്ങൾക്ക് പകരുന്ന എല്ലാവിധമാകുന്ന ആത്മീയ വിടുതലുകൾക്കുമായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, ഇന്ന് രാത്രി അനുഗ്രഹീതമായ ഗാനങ്ങൾ ആമേ പ്രിയ സന്തോഷ് പാസ്റ്ററുടെയും ടീമിൻ്റെയും നേതൃത്വത്തിൽ ഞങ്ങൾക്ക് കേൾക്കുവാനും ഒരുമിച്ച് പാടി ആരാധിക്കുവാനും കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കിയ അനുഗ്രഹീതമായ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ദാസനെയും ടീമിനെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ഇന്ന് മുതൽ 3 ദിവസം ഇവിടെ നടക്കുന്നതായ ഈ മഹായോഗം ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്യുവാൻ കടന്നു വന്നിരിക്കുന്ന അവിടുത്തെ വിലപ്പെട്ട ദാസൻ ആമേ പാസ്റ്റർ എൻ ജോൺസൺ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ വിലപ്പെട്ട ദാസനെ ഇന്ന് രാത്രി ശുശ്രൂഷയ്ക്കായി അങ്ങ് ശക്തീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് രാത്രി അവിടുത്തെ വചനവുമായി ഞങ്ങളുടെ മധ്യത്തിലേക്ക് അവിടുന്ന് അയച്ചിരിക്കുന്നതായ അങ്ങയുടെ വിലപ്പെട്ട ദാസൻ ഹല്ലേലൂയ ഹാപ്പി അലക്സാണ്ടറെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി തന്നെ അവിടുന്ന് ഏൽപ്പിച്ചിരിക്കുന്നതായ ദൂത് ആമേ കൂടപ്പെട്ടതായ ദൈവജനത്തിന് കൈമാറുവാൻ അങ്ങയുടെ ദാസനെ ഇന്ന് രാത്രി പ്രത്യേക അഭിഷേകത്താൽ അവിടുന്ന് നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ മെസ്സേജിനെ പരിഭാഷപ്പെടുത്തുന്ന കർത്താവിൻ്റെ ദാസനെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് രാത്രിയിലെ വചന കേൾവി ജീവിതങ്ങൾക്ക് രൂപാന്തരം വരുത്തുന്നതായി തീരുവാൻ, പാപബോധം വരുത്തുന്നതായി തീരുവാൻ, പശ്ചാത്താപം വരുത്തുന്നതായി തീരുവാൻ, അനുതാപമുള്ള ഹൃദയം ഹല്ലേലൂയ ലഭിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവിടെ തന്നെ ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യത്തിൽ അധ്യക്ഷനായിരിക്കുമാറാകണം. വൻകാര്യം ഞങ്ങളുടെ മധ്യത്തിൽ അവിടുന്ന് ചെയ്തെടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഗ്രൗണ്ടിൽ ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. സൗണ്ട് സിസ്റ്റത്തെ, ലൈറ്റ് സിസ്റ്റത്തെ, ഇതിൻ്റെ മറ്റെല്ലാ ക്രമീകരണങ്ങളെയും ഇന്ന് രാത്രി അവിടുന്ന് നിയന്ത്രിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തന്റെ ബലമുള്ള കരങ്ങളിലേക്ക് സമസ്ത വിഷയങ്ങളും ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന യാതിനെ ഇവിടുന്ന് കേട്ടതിനാൽ സ്തോത്രം, മാനവും മഹത്വം പുകഴ്ച ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. വരുവിനാ ഞങ്ങളെ ഒരുക്കും പ്രത്യാശ കൊണ്ട് നിറച്ചാട്ട് സകലത് ഞങ്ങൾക്കായി ജീവനെ തന്ന ക്രിസ്തേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. പിന്നെയും നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അധികാരമുള്ള ദൈവമേ, സ്വർഗസ്ഥ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. കഴിഞ്ഞ പകൽ അവിടെ എവിടെയായി ഞങ്ങൾ വിശുദ്ധ ആരാധന സംബന്ധിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ രാത്രി കൂടി അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല അവസരത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ വരവ് താമസിച്ചത് കൊണ്ട് ഈ കിഴക്കേ തെരുവ് ദേശത്തിൻ്റെ നടുവിൽ ഇപ്രകാരം ഒരു സുവിശേഷ യോഗം കൂടി സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ അവസരത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഇതിന് മുഖാന്തരമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലസഭ ശുശ്രൂഷിക്കുന്ന കർത്തുദാസൻ
ജേക്കബ് പാസ്റ്റർ അവർകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു, സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സുവിശേഷ യോഗം ഈ ദേശത്തിൻ്റെ നടുവിൽ ഒരു അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരുവാൻ ഞങ്ങൾ നാഥനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കടന്നു വന്ന ജനത്തിന് ഈ പ്രഥമ രാത്രിയിലെ ശുശ്രൂഷ ഒരു അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരട്ടപ്പ. രോഗികളായി കടന്നു വന്ന പ്രിയപ്പെട്ടവർക്ക് രോഗസൗഖ്യത്തോടെ മടങ്ങട്ടെ. മനോഭാരത്തോടെ കടന്നു വന്ന ജീവിതങ്ങൾ സമാധാനത്തോടെ മടങ്ങട്ടെ. ജീവിതത്തിൽ പ്രത്യാശയില്ലാത്തവരായി, പ്രത്യാശ നഷ്ടപ്പെട്ടവരായി, സ്വസ്ഥതയില്ലാതെ കടന്നു വന്നവർക്ക് ഇന്നു രാത്രി സുവിശേഷ യോഗം മുഖാന്തരം സമാധാനത്തോടെ മടങ്ങത്തക്കവണ്ണം ദൈവം ജീവിതങ്ങളെ വിടുവിച്ച് പുറത്തെടുക്കുന്ന പ്രഥമ രാത്രിയായി തീരേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്തദാസന്മാർ ചേർന്ന്, കടന്നു വന്ന ദൈവജനം ചേർന്ന് കർത്താവെ ഒരുമിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ശുശ്രൂഷയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ദേശനിവാസികൾക്കായി പ്രാർത്ഥിക്കുന്നു. ചില കുടുംബങ്ങളുടെ വിടുതലിന്. ആമേൻ, ആമേൻ. ശത്രു കെട്ടിവെച്ച ചില കെട്ടുകൾ ഈ രാത്രി അഴിയപ്പെടുന്ന നിമിഷങ്ങളായി തീരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പരിവർത്തനം ഇന്ന് രാത്രി വെളിപ്പെടുന്നതിനായി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് തുടങ്ങുന്ന ഈ ആത്മീക ശുശ്രൂഷ 3 ദിവസം നീണ്ടു നിൽക്കുമ്പോൾ കർത്താവേ, ദൈവത്തിൻ്റെ വലിയ പ്രത്യക്ഷമായ വിടുതലുകൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ ദേശത്തിൽ കർത്താവ് ചെയ്യേണ്ടതിനായി ഞങ്ങൾ ഒരുക്കത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഈ യോഗത്തെ ഉദ്ഘാടനം ചെയ്ത് പ്രാർത്ഥിപ്പാൻ കടന്നു വന്ന അഭിഷിക്തനെ ഓർക്കുന്നു. തന്നെ ഉപയോഗിച്ചാട്ട് ആത്മാവിൻ്റെ നിറവിൽ ഈ യോഗത്തെ ഉദ്ഘാടനം ചെയ്ത് പ്രാർത്ഥിപ്പാൻ അഭിഷിക്തനെ ശക്തീകരിക്കും. ഈ പ്രഥമ രാത്രിയിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി കർത്താവെ നമ്മുടെ നടുവിൽ അയച്ചിരിക്കുന്ന കർത്തൃവൃത്തിനെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദേശത്തിന് ആവശ്യമേറിയ ദൈവത്തിൻ്റെ ആലോചന, കടന്നു വന്ന ജനത്തിന് ആവശ്യമേറിയ ദൈവിക ആലോചന മറ നീക്കി ഈ രാത്രി വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കർത്തൃദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ, യോഗത്തിന്റെ യാതൊയോടന്തം പരിശുദ്ധാത്മാവിന്റെ നിറഞ്ഞ സാന്നിധ്യത്തിന്റെ മറവിൽ നമ്മെ ഇരുത്തുമാറാകണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മനോഹരമായ ഗാനങ്ങൾ പാടി ദൈവത്തെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ ഞങ്ങളെ സഹായിച്ചുവല്ലോ. അതിനെ അഭിഷിക്തന്മാരെ ബലപ്പെടുത്തിയല്ലോ. പ്രാർത്ഥന കേട്ട് വിടുതലയച്ചിരിക്കുകയാണ്. സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക്, സകല പുകഴ്ചയും ദൈവത്തിന്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയുടേതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രി വേളയിൽ മഹത്വമെടുക്കട്ടെ. ഈ മഹായോഗത്തിൻ്റെ പ്രാരംഭ രാത്രിയിൽ നമുക്കൊരുമിച്ച് ആയിരിക്കാൻ സർവശക്തനായ ദൈവം തന്ന നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൽ ആശ്രയിച്ചു തീരുമാനിച്ച ഒരു സുവിശേഷ മഹായോഗമാണിത്. ഇന്ന് രാത്രിയിൽ വന്നു ചേർന്ന എല്ലാ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശുഷിയാൽ ഈ വേദിയിൽ കടന്നു വന്നിരിക്കുന്ന കർത്തൃദാസന്മാർക്കായി പ്രത്യേക വന്ദനം അറിയിക്കുന്നു. ആമേൻ. വിവിധ സഭകളിൽ നിന്ന്, നമ്മുടെ അയൽവക്ക സഭകളിൽ നിന്നൊക്കെ വന്നു ചേർന്ന എല്ലാ ദൈവദാസന്മാർക്കും പ്രത്യേക വന്ദനം അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ യോഗം പ്രാർത്ഥിച്ച് ദൈവകരങ്ങളെ സമർപ്പിക്കുവാൻ കൊട്ടാരക്കര ഡിസ്ട്രിക്ട് ചർച്ച് ബോർഡിൻ്റെ ഡിസ്ട്രിക്ട് പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ എം ജോൺസൺ അവറുകൾ ഇന്ന് രാത്രി നമ്മുടെ മധ്യമുണ്ട്. പ്രത്യേക സ്വാഗതം ആമേൻ അറിയിക്കുന്നു. അതുപോലെ ഇന്ന് രാത്രിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുവാൻ നമ്മുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, ഇപ്പോൾ ഇവിടെ ജനിച്ചു അമേരിക്കയിൽ കർത്താവിന് വേണ്ടി ശോഭിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഹാപ്പി അലക്സാണ്ടർ ഇന്ന് രാത്രി നമ്മുടെ മധ്യമുണ്ട്. പ്രത്യേകാൽ കർത്തൃദാസന് വന്ദനം അറിയിക്കുന്നു, സ്വാഗതം അറിയിക്കുന്നു. പരിഭാഷപ്പെടുത്തുവാൻ തിരുവനന്തപുരം പട്ടം ചർച്ച് ബോർഡിൻ്റെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ വിനോദ് അവറുകൾ നമ്മുടെ മധ്യമുണ്ട്. പ്രത്യേക സ്വാഗതവും വന്ദനവും അറിയിക്കുന്നു. വേദിയിലായിരിക്കുന്ന മറ്റെല്ലാ ദൈവദാസന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ആമേ. പ്രാർത്ഥനയിൽ നമ്മെ സഹായിച്ച 2 ദൈവദാസന്മാർ, കർത്താവദാസൻ പാസ്റ്റർ സാം തോമസ്, അതുപോലെ ആമേ സുരേഷ് പാസ്റ്റർ, ഈ വേദിയിലായിരിക്കുന്ന ചർച്ച് ബോർഡിൻ്റെ ആമേൻ ഈ ഡിസ്ട്രിക്റ്റിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ജോജി മീഖായൽ, മറ്റ് ആമേൻ വടകോട് ഉള്ള കുഞ്ഞും പാസ്റ്റർ, ആലസ് പാസ്റ്റർ നമ്മുടെ മധ്യമുണ്ട്. പ്രത്യേക സ്വാഗതം അറിയിക്കുന്നു. അതുപോലെ ആമേൻ എൽഷദായിലുള്ള ശുശ്രൂഷകനായിരിക്കുന്ന സുരേഷ് പാസ്റ്റർ നമ്മുടെ മധ്യമുണ്ട്. ആമേൻ. അതുപോലെ തൃക്കണമംഗല മലങ്കര ചർച്ച് ബോർഡ് ശുശ്രൂഷിക്കുന്ന മർക്കോസ് പാസ്റ്റർ നമ്മുടെ മധ്യമുണ്ട്. പ്രത്യേക വന്ദനം അറിയിക്കുന്നു. ഗാന ശുശ്രൂഷ നിർവഹിക്കുന്ന കർത്താവദാസൻ സന്തോഷ് പാസ്റ്ററും ടീമും പ്രത്യേക നമ്മുടെ മധ്യേ ഉള്ളതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വന്ദനം അറിയിക്കുന്നു. സമയം ഞാൻ അധികം എടുക്കുന്നില്ല, ദീർഘമായിരിക്കുന്നു. ആമേൻ. ഇന്ന് രാത്രിയിൽ വന്നു ചേർന്ന എല്ലാവരെയും
ഒരിക്കൽ കൂടെ വന്ദനം അറിയിച്ചുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വചനം പറയുന്നു, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. സ്തോത്രം. ഈ ഗ്രൗണ്ട് നമുക്ക് നൽകി തന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ പ്രാരംഭത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ വർഷവും ഇത് പ്രാർത്ഥിച്ച് ആമേൻ ഇവിടെ കരമുയർത്തി ഞാൻ പ്രാർത്ഥിച്ചിട്ട് കടന്നുപോയി ആവശ്യപ്പെട്ടു. അത് നൽകുവാനിടയായി. ഈ വർഷവും അതിന് മുഖാന്തരം ഒരുക്കി തന്നു. ആമേൻ ഇവിടെ ആയിരിക്കാൻ ദൈവം കൃപ നൽകിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഈ കൺവെൻഷന് ഉദാരമായി സംഭാവന ചെയ്ത് ഈ മഹായോഗം നടത്തുവാൻ ദൈവം അവസരം നൽകി. കഴിഞ്ഞ വർഷത്തെ ചെലവ് കഴിഞ്ഞ് 10,000 രൂപ മിച്ചം വന്നു. ആ മിച്ചം വന്ന തുക കൊണ്ടാണ് ഈ കൺവെൻഷൻ സ്റ്റാർട്ട് ചെയ്തത്. ആമേൻ സ്തോത്രം. ദൈവം സകലത്തിനും മതിയാകുന്നവനാണെന്നുള്ള വിശ്വാസം ഉറപ്പ് ഉണ്ട്. ഹല്ലേലൂയ. പലരും എന്നോട് കഴിഞ്ഞ വർഷം പറഞ്ഞു സ്വോത്രകാഴ്ച എടുക്കണമെന്ന്. ഞാൻ പറഞ്ഞു സ്വോത്രകാഴ്ച എടുക്കാൻ ആമേൻ അധികപ്പറ്റായി പോകും, അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ലെന്ന് പറഞ്ഞു. സ്തോത്രം. പലരും കൊണ്ടുവന്നിട്ട് തിരിച്ചു കൊണ്ടുപോകുന്നത് കൊണ്ട് എന്നോട് പറഞ്ഞു സ്വോത്രകാഴ്ച എടുക്കുന്നത് ഉചിതമാണ്. ഈ വർഷവും അതെന്നോട് പറഞ്ഞു. എനിക്ക് അങ്ങനെ സ്വോത്രകാഴ്ച എടുക്കുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷേ ഞാനിവിടെ ഒരു ബോക്സ് തയ്യാറാക്കി ഏറ്റവും ബാക്കിൽ കൊണ്ടുവയ്ക്കുവാനിടയായി. ആർക്കെങ്കിലും ദൈവനാമത്തിനു വേണ്ടി ഈ യോഗത്തിന് വേണ്ടി ചെയ്യണമെന്ന് ഹൃദയത്തിൽ പ്രേരിപ്പിക്കുന്നത് ആമേൻ അതിനകത്ത് നിക്ഷേപിച്ചിട്ട് പോകാം. തികച്ചും ദൈവനാമ മഹത്വത്തിന് വേണ്ടി മാത്രമായിരിക്കും. ആമേൻ. ഇതിൻ്റെ ബാലൻസ് തുക എന്തെങ്കിലും വന്നാൽ അതും അടുത്ത വർഷത്തേന് ഉപയോഗിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾക്ക് തികച്ചും വിശ്വാസത്തോടെ കർത്താവിന് വേണ്ടി ചെയ്യുവാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ആ ബോക്സിനെ നോക്കി സന്തോഷത്തോടെ പോവുക. നാളെ മടങ്ങി വരുമ്പോൾ കൊണ്ടുവന്നിട്ടാലും മതി. പ്രൈസ് ദി ലോർഡ്. 3 ദിവസം ആ ബോക്സ് അവിടെ കാണും. ആമേൻ. സ്തോത്രകാഴ്ച എടുക്കുവാനുള്ള സമയം ലാഭിക്കുവാൻ വേണ്ടി മാത്രമാണ്. സ്തോത്രം. എത്രത്തോളം ദൈവം നമ്മെ കൊണ്ടുവന്നതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. മറ്റൊരു കാര്യങ്ങളും പറയുന്നില്ല. തുടർന്നുള്ള ശുശ്രൂഷ പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്ത് ദൈവസേനയിൽ സമർപ്പിക്കുവാൻ ഈ ഡിസ്ട്രിക്റ്റിൻ്റെ ചുമതല വഹിക്കുന്ന കർത്തദാസനെ പാസ്റ്റർ എം ജോൺസൺ അവരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാക്കിൽ വിരമിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള ദൈവമക്കൾ ഒരിക്കൽ കൂടി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. കഴിഞ്ഞ വർഷവും ഈ ഗ്രൗണ്ടിൽ ഇങ്ങനെ മനോഹരമായൊരു കൺവെൻഷൻ നടത്തുവാൻ കർത്താവ് സഹായിച്ചു. ഒരു വർഷം നമ്മെ വിട്ട് കടന്നുപോയി. ഈ 2015 നമുക്ക് ഇപ്രകാരം ഒരുമിച്ച് കൂടി വരുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ കൃപകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കിഴക്കത്തിൻ്റെ പ്രദേശങ്ങളിലും ഈ കൊട്ടാരത്തിൻ്റെ സമീപ പ്രദേശങ്ങളും കഴിഞ്ഞ 2014 കണ്ട പലവർക്കും ഈ 15 കാണുവാൻ കഴിയാതിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും ബലവും കൃപയും നൽകി ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന് കടന്നുവന്ന് യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദൈവം എന്നേക്കൊണ്ടെന്ന് പറയുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ദൈവങ്ങളെ ഇന്ന് രാത്രി ഇവിടെ അറിയിക്കുന്ന സുവിശേഷം തിരുവചനത്തിൽ വായിക്കുന്ന പോലെ ആ ഗുഡ് ന്യൂസ്, നല്ല വർത്തമാനം. അനവധി വർത്തമാനങ്ങൾ കേട്ടുകൊണ്ട് നമ്മുടെ കാതുകൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, മാനസിക വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ 7 വ്യക്തിയെയും ക്രിസ്തുവിൽ സാന്ദ്രമാക്കി സന്തോഷം നൽകുന്ന ആ ദൈവീയ സമാധാനം നൽകുന്ന ആ നല്ല സുവിശേഷം ഇന്ന് രാത്രി കിഴക്കത്തിൻ്റെ ദേശത്ത് കേൾക്കുവാനിടയായതൊരു ഭാഗ്യം തന്നെയാണ്. അനേകർ നോക്കിയിട്ടും ലഭിക്കാത്ത ഈ ശ്രേഷ്ഠകരമായ അനുഭവം കർത്താവ് നമുക്ക് ഒരുക്കി തന്നല്ലോ. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജേക്കബ് അവരോട് ഓർപ്പിച്ച പോലെ താനിവിടെ പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ വർഷവും ഇവിടെ ഇങ്ങനെ ഒരു മീറ്റിംഗ് നടത്തുവാൻ കർത്താവ് സഹായിച്ചു. തൻ്റെ കുടുംബത്തിൻ്റെയും പ്രവർത്തനങ്ങൾ ഈ ദേശത്തിന് അനുഗ്രഹമാണ്. ഈ വർഷം അദ്ദേഹം ഓർപ്പിച്ചു, ഈ കൺവെൻഷൻ നടത്തിയാൽ കർത്താവ് വരാൻ താമസിച്ചാൽ അടുത്ത വർഷം ഉണ്ടാകുമെന്നാണ് പറഞ്ഞു. അങ്ങനെയെങ്കിൽ കർത്താവ് വരാൻ താമസിച്ചാൽ നമുക്ക് ആയുസ് മാരികമുണ്ടെങ്കിൽ അടുത്ത വർഷം ഇതുപോലെ ഒരുമിച്ച് നടക്കുമ്പോൾ ഇതിനേക്കാൾ വിശാലമായ നിലയിൽ നടത്തുവാൻ സർവശക്തനായ ദൈവം അവസരം ഒരുക്കട്ടെ. ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്ന മനോഹരമായ ഗാനങ്ങൾ പാടുന്ന കടന്നു വന്ന എല്ലാ ദേവദാസന്മാർക്കും പാസ്റ്റർ ജേക്കബ് അവറുകൾ സ്വാഗതം പറഞ്ഞതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത് ഈ കൺവെൻഷൻ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അല്പം വചനം പറയണമെന്നുണ്ടെങ്കിലും എൻ്റെ പിന്നാലെ കടന്നു വരുന്ന കർത്താവിൻ്റെ ദാസൻ ഹാപ്പി അവറുകൾ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അത് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് 1 മണിക്കൂർ കൊടുത്താൽ അരമണിക്കൂറേ പ്രസംഗിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ 9 മണിക്ക് ഇവിടെ യോഗം നിർത്തേണ്ടതുള്ളത് കൊണ്ടും ഇപ്പോൾ 8 മണി കഴിഞ്ഞിരിക്കുന്നത് കൊണ്ടും 1 മണിക്കൂറിൽ കുറച്ച് അദ്ദേഹം എന്ത് പ്രസംഗിക്കും? അതുകൊണ്ട് ഞാൻ ഒരു വചനവും എടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് പ്രാർത്ഥനയോട് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ കൺവെൻഷൻ്റെ വിജയം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. കർത്താവിൻ്റെ ദാസൻ പ്രിയ സന്തോഷവറുകൾ പാട്ടുപാടിയപ്പോൾ ആരംഭത്തിൽ ഓർപ്പിച്ച പോലെ ആരാധന എവിടെയുണ്ടോ അവിടെയാണ് ഒരു ദൈവീയ വിടുതൽ. കർത്തദാസൻ ഓർപ്പിച്ചല്ലോ, 2 പേർ കാരാഗൃഹത്തിൽ പാടി ആരാധിച്ചപ്പോൾ കാരാഗൃഹം ഒരു സഭയായി മാറിയെങ്കിൽ ഇത്രത്തോളം ദൈവമക്കൾ ഒരുമിച്ച് കൂടി കിഴക്കത്തെരയിൽ ഈ ഓപ്പൺ ഏരിയയിൽ നിന്ന് കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയയുടെ ഗാനങ്ങൾ പാടുമ്പോൾ
ഞാൻ വിശ്വസിക്കുന്ന കിഴക്കേത്തൊരു ദേശം ആമേൻ നമ്മുടെ കയ്യിൽ വീഴാൻ പോകുകയാണ്. ഇസ്രായേൽ മക്കൾ യെരിഹോവിനെ ചുറ്റിക്കൊണ്ട് ആമേൻ 6 പ്രാവശ്യം നടന്നു. 7ാമത്തെ പ്രാവശ്യം അവർ കാഹളം ഊതിയപ്പോൾ യെരിഹോവിന്റെ വൻമതിൽ ഇടിഞ്ഞു വീണെങ്കിൽ, ഇത്രത്തോളം ദൈവമക്കൾ ഇവിടുന്ന് കാഹളം എന്ന ഹല്ലേലൂയയുടെ ശബ്ദമുയർത്തുമ്പോൾ, ദൈവത്തിന് സ്തുതി സ്തോത്രം അർപ്പിക്കുമ്പോൾ, ഈ ദേശത്തെ പിടിച്ചടക്കി വെച്ചിരിക്കുന്ന അന്ധകാര പാരമ്പര്യ ശക്തിയുടെ കോട്ടകൾ ഇടിഞ്ഞുകൊണ്ട് ഈ ദേശം സുവിശേഷത്തിന് സ്വാധീനമായി തീരുവാൻ, ദൈവവചനത്തിന് സ്വാധീനമായി തീരുവാൻ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പോലെ, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ, അതെ ഇന്ന് ആമേൻ രാത്രി ആമേൻ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഇവിടെ ഉയർത്തുമ്പോൾ ചിലർക്ക് പാപബോധമുണ്ടാകുവാൻ, ചില ആമേൻ ജീവിതത്തിൻ്റെ തകർന്ന അനുഭവങ്ങൾക്ക് ഒരു കെട്ടുപിടി നടത്തുവാൻ എൻ്റെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെയും നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ആകയാൽ ഇന്ന് രാത്രി ആശ്വസിക്കുക എന്ന് പറഞ്ഞ പലവരും, ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, കാറൽ മാൻസും എംഗിൾസും ഒക്കെ തൊഴിൽ വർഗത്തെ നോക്കിക്കൊണ്ട്, തൊഴിലാളികളെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, സംഘടിപ്പീൻ, പൊരുതുവീൻ, പോരാടുവീൻ എന്ന് പറഞ്ഞു. അവർക്ക് ആശ്വാസം കൊടുക്കാന്ന് പറഞ്ഞില്ല, സംഘടിക്കുവാനും പൊരുതുവാനും പറഞ്ഞപ്പോൾ എൻ്റെ യേശു പറഞ്ഞു, എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം. സംഘടിക്കാനല്ല, പൊരുതുവാനല്ല, ആശ്വാസം നൽകാമെന്ന് പറഞ്ഞ ഒരൊറ്റ വ്യക്തി ഉണ്ടെങ്കിൽ എൻ്റെ യേശു മാത്രമാണ്. ആ യേശുവിൻ്റെ ആമേൻ സ്നേഹം ഇന്ന് രാത്രിയിലും നമ്മെ നിർബന്ധിക്കുന്നത് കൊണ്ട് എല്ലാ ദൈവമക്കളും കരമുയർത്തി അല്പസമയം സ്തോത്രം ചെയ്താട്ടെ. ഈ ഓപ്പൺ ഗ്രൗണ്ടിൽ അല്പസമയം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ലജ്ജിക്കേണ്ട ദൈവമക്കളെ, തിരുവചനം പറയുന്നു, ആമേൻ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, സുവിശേഷം അറിയിക്കുന്നതിൽ എനിക്ക് ലജ്ജയില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ലജ്ജിക്കാതെ ഈ ഓപ്പൺ ഗ്രൗണ്ടിൽ അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവം നമ്മെ നടത്തിയ വഴികളെ ഓർത്തുകൊണ്ട് കർത്താവിദാസൻ ഭാഷ സന്തോഷോർപ്പിച്ച പോലെ 2 പേർ പ്രാർത്ഥിച്ച് പാടിയപ്പോൾ കാരാഗ്രഹം ഒരു സഭയായി മാറിയെങ്കിൽ ഇന്ന് രാത്രി ഇത്രത്തോളം ദൈവമക്കൾ ഈ ഗ്രൗണ്ടിൽ ഇരുന്നുകൊണ്ട് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുമ്പോൾ സ്വർഗം കുനിഞ്ഞു നോക്കുന്ന രാത്രിയായി എല്ലാ അതിരകളിൽ സ്തോത്രത്തിന്റെ ശബ്ദം ഉയരട്ടെ, എല്ലാ അതിരകളിൽ സ്തുതിയുടെ ശബ്ദം ഉയരട്ടെ. ആമേൻ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഹാപ്പി ഇന്ന് രാത്രി ദൈവനെ ശുശ്രൂഷിക്കുമ്പോൾ ചില ലുദിയമാരുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടുവാനായി, ചില പിന്മാറ്റക്കാർ മടങ്ങി വരുവാനായി, ചില വിശ്വാസം ഉറയ്ക്കുവാനായി ഗ്ലോറാമ പോരാ ദൈവമക്കൾ ശക്തിയോടെ ഈ ഗ്രൗണ്ടിൽ ദൈവാത്മാവിന്റെ ഒരു പരിവർത്തനം ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് ഈ ഗ്രൗണ്ടിൽ പ്രവർത്തിക്കട്ടെ. വ്യക്തികളെ പരിശുദ്ധാത്മാവ് തൊടട്ടെ. ഞാൻ വിശ്വസിക്കുന്നു ഈ ഗ്രൗണ്ടിൽ പരിശുദ്ധാത്മാവ് ചലിച്ചുകൊണ്ടിരിക്കുകയാ, ഈ ഗ്രൗണ്ടിൽ ദൈവാത്മാവ് ചലിച്ചുകൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രി ചില വിടൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാ, തകർന്ന ചില ജീവങ്ങൾക്ക് വിടൽ വ്യാപരിക്കുകയാ. കർത്തൃദാസൻ വചനമായി എഴുന്നേൽക്കുമ്പോൾ ചിലർ ഇവിടെ നടക്കാൻ പോകുകയാ. ഞാൻ വിശ്വസിക്കുന്നു ഈ ഗ്രൗണ്ടിൽ ചില ദൈവപ്രവൃത്തി നടക്കാൻ പോകുകയാ. അത് വിശ്വസിക്കുന്ന ദൈവമക്കളെ സ്തോത്രം ചെയ്താട്ടെ. അത് വിശ്വസിക്കുന്നവർ അല്പസമയോ കരമുയർത്തി അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുളി ചെയ്ത ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജേക്കബ് അവരുടെ ഹൃദയത്തിൽ ദൈവം കൊടുത്ത ദർശനപ്രകാരം ഈ 2ാം വർഷവും ഈ സുവിശേഷ മഹായോഗം ഈ ഗ്രൗണ്ടിൽ വെച്ച് നടത്തുവാൻ കർത്താവ് കൃപ തോന്നിയതിനായി സ്തോത്രം. കർത്താവേ, ഇന്ന് രാത്രി അങ്ങയുടെ കരങ്ങളിൽ അടികളെ സമൃദ്ധമായി സമർപ്പിക്കട്ടെ. ഇന്ന് രാത്രി ദൈവവചനം ഇവിടെ ഘോഷിക്കപ്പെടുമ്പോൾ ചില ആമേയുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടുവാനായി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ചില ജീവങ്ങളിൽ വ്യാപരിക്കുവാനായി, ശൂന്യമായി കിടക്കുന്ന ചില മണ്ഡലങ്ങളിൽ ചില കെട്ടുപണി നടക്കുവാനായി, ആമേ തകർന്നു കിടക്കുന്ന ചില കുടുംബങ്ങൾ കെട്ടുപണി നടത്തുവാനായി, ജീവിതം എന്തിനെന്ന് ചോദിച്ചു മടുത്ത് ഇനി ജീവിതം വേണമോ എന്ന് ചോദിച്ച് ആത്മഹത്യക്ക് വേണ്ടി നിൽക്കുന്ന ചിലതിൻ്റെ ബന്ധനങ്ങളെ അടിച്ചു മാറ്റി ചിലതിനെ ദൈവീയ സമാധാനത്തിലേക്ക് കൊണ്ടുവരുവാൻ, ചില രോഗികൾ സൗഖ്യമാകുവാൻ, ഒരാത്മാവിന്റെ വലിയൊരു കവിഞ്ഞൊഴുക്ക് ഈ ദിവസം ഗ്രൗണ്ടിൽ നടക്കുവാൻ, ഇന്നും നാളെയും മറ്റന്നാളും 3 ദിവസം നടക്കുന്ന സുവിശേഷ മഹായോഗം ഈ കിഴക്കത്തിന് പള്ളിമുക്ക് ദേശത്തിന് മറക്കാനാകാത്ത ഒരു ആത്മീയ സംഗമമായിരിക്കുവാൻ കർത്താവിൻ്റെ കരങ്ങൾ ഞങ്ങൾ ഏൽപ്പിക്കട്ടെ. പിതാവേ, മനോഹരമായ ഗാനങ്ങൾ പാടുവാൻ നിന്റെ ദാസന്മാരെ ശക്തീകരിച്ചതിനായി സ്തോത്രം. ഇവിടെ കൂടെ എല്ലാ ദൈവമക്കായി സ്തോത്രം. പ്രത്യേകാൽ പാസ്റ്റർ ജേക്കബിനെയും കുടുംബത്തെയും ഇവിടെയുള്ള സഭയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്ന് രാത്രി ദൈവനിശ്വരി കർത്താവിൻ്റെ ദാസന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വിനോദിനായി സ്തോത്രം. നിന്റെ ദാസനെയും കർത്താവ് ശക്തീകരിക്കണമേ കർത്താവേ. ഇന്ന് രാത്രി അങ്ങയുടെ വലിയ സാന്നിധ്യം അല്ല കർത്താവേ, അങ്ങയുടെ പദ്ധതി വായിക്കുന്ന പോലെ ഉയരത്തിൽ നിന്ന് ഒരു ചാറ്റമഴ ഹല്ലേലൂയ
അത് ഭൂമിയെ നനയ്ക്കുമ്പോൾ, ആ ചാറ്റമഴ കഴിയുമ്പോൾ ഒരു വലിയ ആത്മമാരിയുടെ മഴ പെയ്തിറങ്ങി ഈ ഗ്രൗണ്ട് നിറയപ്പെടുവാനും ഈ ഗ്രൗണ്ടിൽ ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുവാനും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവേ, ആമേൻ. ഈ നിൽക്കുന്ന സ്റ്റേജിൽ നിൽക്കുന്ന കർത്തദാസന്മാരെ അനുവാദത്തോടും ഈ നിൽക്കുന്ന ഓഡിയൻസിന് അനുവാദത്തോടും ഇവിടെ കൂടപ്പെട്ട എല്ലാവരെ അനുവാദത്തോടുകൂടി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ യേശുവിശേഷ മഹായോഗത്തെ അങ്ങയുടെ കരങ്ങൾ ഏൽപ്പിച്ച് ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇതൊരു അനുഗ്രഹമായിരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ കരങ്ങൾ ഉയർത്തി 3 ഹല്ലേലൂയ ഉറക്കെ പറയാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേ. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും സ്ഥലങ്ങളിൽ ഇരിക്കാം. ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ആമേൻ ക്ഷണം സ്വീകരിച്ച് തന്റെ ദാസനോട് കടന്നു വന്നു ശുശ്രൂഷ നിർവഹിക്കുവാനിടയായല്ലോ. തുടർന്ന് നമുക്ക് വളരെ പ്രതീക്ഷയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഒരുക്കപ്പെട്ട പാത്രങ്ങളിൽ നിറയ്ക്കുന്ന ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ മധ്യമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം പറയുന്നു, 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാൻ അവരുടെ നടുവിൽ ഉണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ഇതുവഴി പോയപ്പോൾ ആമേൻ ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ലായിരുന്നു. എന്നാൽ ഇന്ന് രാത്രി നമുക്ക് ധൈര്യമായിട്ട് പറയുവാൻ കഴിയും, ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ ദൈവിക വിടുതലിൻ്റെ ശ്രേഷ്ഠതകൾ വെളിപ്പെടുവാനിടയാകും. ദൈവ സാന്നിധ്യത്തിൻ്റെ മറവിലിരുന്നു കൊണ്ട് ദൈവവചന കേൾവിക്കായി നമ്മെ ഒരുക്കാം. ശുശ്രൂഷയ്ക്കായി കർത്തൃഭൃത്യന്മാരെ ക്ഷണിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവസേനയിൽ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാമല്ലോ. Praise the Lord. ദൈവത്തിന് നന്ദിയോ. Hallelujah. 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 I praise and thank God for this opportunity to be in the presence of God amongst the people of God. ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിലും ദൈവമക്കളുടെ മുമ്പാകെയും ആയിരിക്കാൻ ദൈവമായ കർത്താവ് ഒരുക്കിയിരിക്കുന്ന സാവകാശത്തിനായി നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. I want to give my greetings to the men of God here. ഇന്ന് രാത്രികാലം ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന കർത്തദാസന്മാർക്ക് എൻ്റെ വന്ദനം അറിയിക്കുന്നു. I want to thank God for the great work that God is doing through Pastor Jacob and his family and his church. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജേക്കബ് അവർകൾ അദ്ദേഹത്തിൽ കൂടെ ദൈവം ചെയ്യുന്നതും അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ സഭ എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I praise and thank God for the wonderful ministry of Pastor M. Johnson. പാസ്റ്റർ എം ജോൺസൺ ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്തൃവേലയ്ക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. I want to thank God for the great ministry that God is doing through Pastor Sandosh Pastor and his ministry. പാസ്റ്റർ സന്തോഷ് ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ആ ഗാന ശുശ്രൂഷയ്ക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. I want to give all of my brothers and sisters and all that have gathered here this night greetings in the name of Jesus Christ of ഇന്ന് രാത്രികാലം കൂടി വന്നിരിക്കുന്ന ബഹുമാന്യരായിരിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് എൻ്റെ വന്ദനം അറിയിക്കുന്നു. Let's turn to 2 Corinthians chapter 4. 2 കൊരിന്ത്യർ 4-ാം അധ്യായം verse 6. അതിൻ്റെ 6-ാം വാക്യം. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. Praise God. Let's bow our head for a word of prayer. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് നിങ്ങളുടെ തലകളെ വണക്കാം. Heavenly Father, we thank you and praise you. We give you the glory, give you the honor, give you the praise. All glory, all honor, all praise belongs to Jesus. കർത്താവേ, ഇന്ന് രാത്രികാലം സകല ബഹുമാനവും മഹത്വവും ശക്തിയും എല്ലാം ഞങ്ങൾക്ക് അങ്ങേക്ക് നൽകി തരുന്നു. അതോടൊപ്പം യേശു കർത്താവിനാണല്ലോ എല്ലാ മഹത്വവും എല്ലാ ബഹുമാനവുമായിരിക്കുന്നത്. Father, as we sit at your feet this evening, കർത്താവേ, ഇന്ന് രാത്രികാലം അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ we ask that you would take this bread, break it and bless it unto your people. കർത്താവേ, ഈ അപ്പം എടുത്ത് നുറുക്കി ഞങ്ങൾക്ക് നൽകി തരുമാറാകണമേ. Father, we ask that you anoint the ears of every one of us that are here tonight. കർത്താവേ, ഇന്ന് രാത്രികാലം കേൾവിക്കാരായിരിക്കുന്നവരുടെ
കേൾവി ആമേൻ അഭിഷേകം ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Father, we ask that you anoint every word that is spoken here tonight, that they will bring glory to the name of Jesus. കർത്താവേ, ഇന്ന് രാത്രികാലം ശുശ്രൂഷിക്കുന്ന എല്ലാ വചനങ്ങൾക്കുമായി സ്തോത്രം. അതിൽ കൂടെ ദൈവനാമ മഹത്വം എടുക്കുവാൻ ഇടയാക്കണമേ. In the name of Jesus, we bind every power of the enemy, every distracting power in the name of Jesus. ഇന്ന് രാത്രികാലം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ പോരാടുന്ന ദുഷ്ട പോരുകളെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ജയിക്കുകയാണ്. Father, we ask that you station your holy angels round about this place. കർത്താവേ, ഇന്ന് രാത്രികാലം നിന്റെ ദൂത സഞ്ചയത്തെ ഞങ്ങൾക്ക് ചുറ്റും കാവലണയ്ക്കണമേ. Open our ears that we may hear whatever it is the Spirit would speak to us. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് എന്താണോ ഞങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അത് ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. For God, who said, light shall shine out of darkness, is the one who has shone in our hearts to give the light of the knowledge of the glory of God in the face of Jesus Christ. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. All that we see in what we call the Old Testament. നാം പഴയ നിയമം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. Everything that we see there inside the Old Testament, ആ പഴയ നിയമത്തിൽ കാണുന്ന സകലതും, all of those are a shadow. അതെല്ലാം നിഴലാണ്. The real is what is revealed in Jesus. എന്നാൽ പൊരുളായിരിക്കുന്നത് എല്ലാം യേശുക്രിസ്തുവിലാണ് കാണുവാൻ കഴിയുന്നത്. We see that all the things that take place in the Old Testament, ആ പഴയ നിയമത്തിൽ സംഭവിക്കുന്നതെല്ലാം, those are a type, those are foretelling, a prophecy of what is really going to happen later. പിന്നീട് ഭാവി കാലത്ത് സംഭവിക്കാൻ പോകുന്നതിന്റെ നിഴലാണ്, സാദൃശ്യങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. In the beginning, ആദ്യമേ the Lord God Almighty, he said, let there be light. പിതാവാം ദൈവം പറഞ്ഞു വെളിച്ചമുണ്ടാകട്ടെ. In the beginning, God said, let there be light. ആദിയിൽ ദൈവം പറഞ്ഞു വെളിച്ചമുണ്ടാകട്ടെ. Did he shine himself as the light? ആ ദൈവം വെളിച്ചമായി തന്നെ പ്രകാശിച്ചോ? When he spoke, light came out. ദൈവം സംസാരിച്ചപ്പോൾ വെളിച്ചം കടന്നു വന്നു. In the same way, when you flip a switch, the light turns on. എന്ന് പറഞ്ഞതുപോലെ നാം സ്വിച്ച് ഇടുമ്പോൾ പ്രകാശം ഉണ്ടാകുന്നത് പോലെ, in the same way, when the Lord God spoke, the light came to be. അതുപോലെ ദൈവം സംസാരിച്ചപ്പോൾ പ്രകാശം വന്നു. Out of darkness, out of nothingness, light shone. ആ അന്ധകാരത്തിൽ പ്രകാശിച്ച ആ പ്രകാശം പോലെ. Now in here, in this verse, ഈ വാക്യത്തിൽ നാം കണ്ടല്ലോ, what we see is not that he is speaking light. He's not commanding that light come to be. ഈ വെളിച്ചം കടന്നു വരുവാനായിട്ടല്ല പറയുന്നത്. He is not commanding, he's not speaking his word and light happens out there. ഇതാ അവിടെ പറഞ്ഞ പോലെ ആ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായതുപോലെ വരാനല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Rather, what we see here is that God himself is the light. ഇവിടെ പറഞ്ഞിരിക്കുന്ന ദൈവം തന്നെ വെളിച്ചമാണെന്നാണ്. We see that he is the light that shines in our hearts. ആ ദൈവം വെളിച്ചമായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കുന്നു. If you read verse 4, നാലാം വാക്യം നാം വായിക്കുകയാണെങ്കിൽ, ദൈവപ്രതിമയായിരിക്കുന്ന ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. The God of this world blinds the people of this world, that the light of the glory of Jesus Christ would not shine in their hearts. ദൈവപ്രതിമയായിരിക്കുന്ന ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം പ്രകാശിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിലെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി. But we know from scripture that the God of this world has no authority. ഈ ലോകത്തിന്റെ ദൈവത്തിന്
ഒരു അധികാരവും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. Jesus himself said, all authority is given unto me in heaven and in earth. യേശു പറഞ്ഞു, സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. All authority in heaven and in earth is given to me. സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. So where does the God of this world have the authority to blind your eyes? അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിന്റെ ദൈവത്തിന് എങ്ങനെ നിങ്ങളുടെ ഹൃദയത്തെ കുരുടാക്കാൻ സാധിക്കും? It is because you allow him to. കാരണം നിങ്ങൾ അനുവദിക്കുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ഹൃദയം ഇരുളായി കുരുടായി പോകുന്നത്. In the name of Jesus, യേശുവിന്റെ നാമത്തിൽ I rebuke the authority of the God of this world. ഈ ലോകത്തിന്റെ ദൈവത്തിന്റെ അധികാരത്തെ ഇന്ന് രാത്രികാലം യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുകയാണ്. I rebuke the blindness that are upon the people that are gathered here tonight. ഇന്ന് രാത്രികാലം എല്ലാ കുരുട്ടുകണ്ണുകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. I rebuke the blindness that are upon their hearts in Jesus' name. ഇന്ന് രാത്രികാലം ഹൃദയത്തിലുള്ള എല്ലാ അന്ധതകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. Right here tonight, the glory of Jesus Christ is to shine. ഇന്ന് രാത്രികാലം ദൈവപ്രതിമയായിരിക്കുന്ന ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം പ്രകാശിക്കട്ടെ. What is this glory of Jesus Christ? എന്താണ് യേശു ക്രിസ്തുവിന്റെ ആ മഹത്വം? If we are expecting some kind of light to shine inside of us, നാം ഏതെങ്കിലും തരത്തിലുള്ള പ്രകാശം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കാൻ ആഗ്രഹിച്ചാൽ, that's not what the Lord is speaking about here. അതല്ല ദൈവം സംസാരിക്കുന്നത്. What the Holy Spirit is writing here is something else. എന്നാൽ പരിശുദ്ധാത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റൊന്നാണ്. In verse 7 it says we have this treasure. ഇതാ 7-ാം വാക്യത്തിൽ പറയുന്നു, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. This treasure is in the earthen vessels. ഈ നിക്ഷേപം മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്നു. The glory of God, as you expect it, your earthen vessel cannot handle that. ദൈവത്തിന്റെ മഹത്വം ഈ മൺപാത്രത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നതല്ല. But there is a glory of God that in all of his fullness shines in your heart. എന്നാൽ ദൈവത്തിന്റെ മഹത്വം മുഴുശോഭയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കുമ്പോൾ, how does that shine in your heart? എങ്ങനെയാണ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കുന്നത്? When you begin to understand who Jesus really is. ഇന്ന് രാത്രികാലം അങ്ങനെ പ്രകാശിച്ചാൽ യേശു ആരാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും. When you begin to see who Jesus really is. യേശു ആരാണെന്ന് വ്യക്തമായി മനസ്സിലാകുമ്പോൾ, we have gathered here tonight. ഇന്ന് രാത്രികാലം നാം ഈ ഇവിടെ കൂടി വന്നിരിക്കുന്നല്ലോ. This is a gospel meeting. ഇത് ഒരു സുവിശേഷ യോഗമാണ്. And we are sharing the gospel of Jesus Christ. നാം യേശുവിന്റെ സുവിശേഷമാണ് ഇവിടെ പങ്കുവെക്കുന്നത്. Now I can stand here and tell you God is going to deliver you. ഇന്ന് രാത്രികാലം കർത്താവ് നിങ്ങളെ വിടുവിക്കാൻ പോകുന്നുവെന്ന് എനിക്ക് പ്രഖ്യാപിക്കുവാൻ കഴിയും. I can tell you that God is going to heal you of all your sicknesses. ഇന്ന് രാത്രികാലം നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന് എനിക്ക് പ്രഖ്യാപിക്കാം. All of that is true. എല്ലാം സത്യമാണ്. Hey, God is here and willing to do all of that. ഇന്ന് രാത്രികാലം ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. ആ ദൈവത്തിന് അത് ചെയ്യുവാൻ കഴിയും. And he is willing to do that. അത് ദൈവം ചെയ്യും. But before that we need to have something take place within our heart. എന്നാൽ ഇന്ന് രാത്രികാലം അതിനു മുമ്പായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ ചിലത് മനസ്സിലാക്കിയിരിക്കണം. There needs to be a light that shines within our heart. ആ വെളിച്ചം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കണം. What is this light that the Lord is speaking about? ഈ ദൈവം സംസാരിക്കുന്ന വെളിച്ചം എന്താണ്? What is this light that the Holy Spirit keeps speaking about here? പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ഈ വെളിച്ചം എന്താണ്? In the beginning he said let there be light. ആദ്യമേ ദൈവം പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ. And that light is what we see all over the world. ഈ ലോകത്തിൽ മുഴുവനുമായി കാണുന്ന വെളിച്ചം അതാണ്. Those are manifestations of that light that he created long time ago. ആ സൃഷ്ടിയുടെ ആ പ്രകാശമാണ് ഇപ്പോൾ പ്രകടമായി കൊണ്ടിരിക്കുന്നത്. But the light that he is speaking about here, എന്നാൽ ദൈവം സംസാരിക്കുന്ന ഈ വെളിച്ചം is not a light that you see with your physical eyes. നിങ്ങളുടേതായിട്ട് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്ന വെളിച്ചമല്ല. It is a light that you see with the eyes within you. എന്നാൽ ആ വെളിച്ചം കാണണമെന്നുണ്ടെങ്കിൽ ഹൃദയത്തിൽ ഒരു ദൃഷ്ടി വേണം. There are millions and millions of people in this world. അനേക ലക്ഷക്കണക്കിന് ആൾക്കാർ, കോടിക്കണക്കിന് ആൾക്കാർ ഈ ലോകത്തിലുണ്ട്. But the God of this world has blinded their eyes.
eyes. എന്നാൽ ഈ ലോകത്തിന്റെ ദൈവം അവരുടെ ഹൃദയങ്ങളെ കുരുടാക്കിയിരിക്കുന്നു. Many even read the same Bible that we read. നാം വായിക്കുന്ന അതേ ബൈബിൾ തന്നെയാണ് അനേകർ വായിച്ചുകൊണ്ടിരിക്കുന്നത്. Many even go to Christian churches. അനേകർ പള്ളിയിൽ പോകുന്നുണ്ട്. Many do all kinds of things. എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അവർ ചെയ്യുന്നു. They worship God. അവർ ദൈവത്തെ ആരാധിക്കുന്നു. They read the Bible. അവർ ബൈബിൾ വായിക്കുന്നു. They pray. അവർ പ്രാർത്ഥിക്കുന്നു. They do all kinds of things to glorify God. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി എല്ലാവിധ കാര്യങ്ങളും ചെയ്യുന്നു. But many of them are still living in darkness. എന്നാൽ അനേകരും ഇന്നും അന്ധതയിൽ അന്ധകാരത്തിൽ ഇരിക്കുന്നു. Many of them are still living in darkness. അനേകരും അന്ധകാരത്തിലാണ് ഇരിക്കുന്നത്. The glory of God. ദൈവത്തിന്റെ മഹത്വം. When we talk about the glory of God, ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ച് നാം സംസാരിക്കുമ്പോൾ we expect some kind of great light. നാം ചിന്തിക്കുന്നത് ഏതാണ്ട് വലിയൊരു വെളിച്ചമാണ് ചിന്തിക്കുന്നത്. And we expect great display of strength. അത് വലിയൊരു ശക്തിയുടെ പ്രദർശനമാണ് നാം പ്രതീക്ഷിക്കുന്നത്. We expect the mountains to rumble and shake. ആ വലിയൊരു മലകളൊക്കെ ഇങ്ങനെ ഇടിഞ്ഞു പൊടിയുന്ന ശബ്ദത്തോടെ കൂടെയൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. We expect the oceans to rise and the waves and tumult and tsunamis. അങ്ങനെ സമുദ്രത്തിൽ വലിയ തിരമാലകൾ അടിച്ചു കയറി സുനാമി പോലുള്ള പ്രതീക്ഷകളൊക്കെയാണ് നമ്മൾ കരുതി വച്ചിരിക്കുന്നത്. We expect all kinds of display of the power of God. അങ്ങനെ ദൈവത്തിന്റേതായിട്ടുള്ള ശക്തിയുടെ പ്രദർശനമാണ് നാം കരുതുന്നത്. But that is not what the Holy Spirit is speaking about here. എന്നാൽ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് അതല്ല സംസാരിക്കുന്നത്. Let's read that verse one more time, verse 6. ഒന്നുകൂടെ ആ 6-ാം വാക്യം നമുക്ക് വായിക്കാം. Let's meditate on that verse. ആ വചനം നമുക്കൊന്ന് ധ്യാനിക്കാം. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. This glory of God, ഈ ദൈവത്തിന്റെ മഹത്വം, the light of the knowledge of the glory of God, ഈ വെളിച്ചത്തിന്റെ ആ അറിവ് of the glory of God, ദൈവതേജസ്സിന്റെ പരിജ്ഞാനം is in the face of Jesus Christ. അത് യേശുക്രിസ്തുവിന്റെ മുഖത്താണ്. Now what does that mean? എന്താണ് അർത്ഥമാക്കുന്നത്? Is the Holy Spirit speaking about great displays of strength? ആ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് വലിയ ഒരു ശക്തിയുടെ പ്രദർശനമാണ്. ആണോ? Is he speaking about great displays of power and glory? വലിയ ശക്തിയും മഹത്വമാണോ സംസാരിക്കുന്നത്? When we look at the face of Jesus Christ, നാം യേശുവിന്റെ മുഖത്തേക്ക് നാം നോക്കുമ്പോൾ, you see, even that is difficult. അത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. Because the enemy has played a game in that also. കാരണം ശത്രു അവിടെ ഒരു തരത്തിലുള്ള കളി അവിടെ അവൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. He has manipulated even that. അതിനെ ശത്രു വല്ലാതെ വണ്ണം വ്യതിചലിപ്പിച്ചിരിക്കുകയാണ്. When we think of the face of Jesus Christ, നാം യേശുവിന്റെ മുഖത്തെ കുറിച്ച് പറയുമ്പോൾ, we are thinking about the beautiful drawings that we have seen. നമ്മൾ കാണുന്ന നല്ല കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. We have seen beautiful paintings of the face of Jesus Christ. നാം യേശുവിന്റെ മുഖത്തുള്ള നല്ല ചിത്രരചനയൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്. We see statues of Jesus hanging on the cross. ഇതാ യേശുവിന്റേതായിട്ടുള്ള ആ പ്രതിമയൊക്കെ ഇങ്ങനെ ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്നതാണ് ചിന്തിക്കുന്നത്. Even hanging on the cross, he looks so wonderful. ഇങ്ങനെ ആ ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന കർത്താവിനെ നോക്കുമ്പോൾ തന്നെ അതും ഒരു വലിയ അത്ഭുതം പോലെ തോന്നാം. He looks so beautiful. അത് നന്നായിരിക്കുന്നു. Even though he has a little blood here, a little blood here, and a little blood there, he still looks beautiful. ആ ക്രൂശിൽ കിടക്കുന്ന പ്രതിമയ്ക്ക് അല്പം രക്തം കയ്യില്, മറ്റേ കയ്യിൽ രക്തം, കാലിൽ രക്തം, മുറിവിൽ അവിടെ രക്തം ഒഴുകുന്നതായിട്ടൊക്കെ അവിടെ അങ്ങനെ കാണിച്ചിട്ടുണ്ട്. Even then he still looks beautiful. അതിലൊക്കെ മനോഹരതയുണ്ട്. But that is not the face of Jesus Christ. എന്നാൽ അതല്ല യേശുവിന്റെ മുഖം. The face of Christ is not what we have in our minds about his face. നമ്മുടെ മനസ്സിലുള്ളതല്ല ആ യേശുവിന്റെ മുഖം എന്ന് പറയുന്നത്. When you look at those faces and those statues, they all look beautiful. ആ പ്രതിമകളും ഒക്കെ നാം നോക്കുമ്പോൾ നല്ല മനോഹാരിതമാണ്. Let's turn to Psalm 22. 22-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് പോകാം. We know this, most of us know the first verse by heart.
അതിന്റെ ഒന്നാം വാക്യം എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന വാക്യമാണ്. Psalm 22 verse 1. വായിച്ചു. ഒന്നാം വാക്യം വായിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതെന്ത്? The face of Christ that we see in the paintings. യേശുവിന്റെ ചിത്രകാരൻ വരച്ചിരിക്കുന്ന ആ മുഖത്തെ നാം ദർശിക്കുമ്പോൾ, When we look at the statues of Jesus hanging on the cross, ക്രൂശിൽ കിടക്കുന്ന യേശുവിന്റെ പ്രതിമ ദർശിക്കുമ്പോൾ, that Jesus is not the Jesus of this Bible. ആ യേശു ബൈബിൾ പറയുന്ന, വേദപുസ്തകം പറയുന്ന യേശു അല്ല. If you had really seen Jesus hanging on the cross, യേശു ക്രൂശിൽ കിടക്കുന്ന കാഴ്ച നിങ്ങൾ വ്യക്തമായി ഒന്ന് കാണുകയാണെങ്കിൽ, many of us would faint. അനേകർ ബോധം കെട്ട് വീഴും. Right now, many people stand by the statue and they wonder about how beautiful Jesus looks. ഇന്ന് അനേകരും അങ്ങനെയുള്ള സ്ഥാനത്തൊക്കെ പോയി നിന്ന് ഇങ്ങനെ അത്ഭുതകരമായിട്ട് പറയാറുണ്ട്, എത്ര നന്നായിരിക്കുന്നു എന്ന്. But that is not how Jesus looked. എന്നാൽ അങ്ങനെയല്ല യേശു ആയിരിക്കുന്നത്. If you study this Psalm 22, സങ്കീർത്തനം 22 നാം പഠിക്കുകയാണെങ്കിൽ, from verse 1 to all the way to the end, അതിന്റെ ഒന്നാം വാക്യം മുതൽ അതിന്റെ അവസാന വാക്യം വരെ, this is something that records the suffering of Jesus on the cross. ഇതാ യേശുവിന്റെ ക്രൂശിലുള്ള കഷ്ടാനുഭവങ്ങളെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്ന ഒരു സങ്കീർത്തനമാണത്. From verse 1 all the way to verse 31. അതിന്റെ 1 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. See, when Jesus was hanging on the cross, യേശു ക്രൂശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ, before he got to the cross, യേശു ആ ക്രൂശിലേക്ക് പോകുന്നതിന് മുന്നമേ, they put a lot of suffering on Jesus. യേശുവിന്റെ മേൽ അനേക ഭംഗപ്പാടുകൾ ആ ക്രൂരന്മാരായിരിക്കുന്നവർ ഏൽപ്പിച്ചു. I don't have time to explain all of that. എല്ലാം വിവരിക്കാൻ എൻ്റെ മുമ്പിൽ സമയമില്ല. But I'm going to touch on a few things. ചില കാര്യങ്ങൾ മാത്രം സ്പർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Verse 14, 14 വാക്യം. അതിന്റെ 14 വാക്യം വായിക്കുന്നു. ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു, എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു, എൻ്റെ ഹൃദയം മെഴുകുപോലെ ആയി, എൻ്റെ കുടലിൻ്റെ നടുവെ ഉരുകിയിരിക്കുന്നു, എൻ്റെ ശക്തി ഓട്ടുകഷണം പോലെ ഉണങ്ങിയിരിക്കുന്നു, എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു, നീ എന്നെ മരണത്തിൻ്റെ പൊടിയിൽ ഇട്ടുമിരിക്കുന്നു, നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു, അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു, എൻ്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാം, അവർ എന്നെ ഉറ്റുനോക്കുന്നു, എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു, നീയോ യഹോവേ അകന്നിരിക്കരുതേ, എൻ്റെ തുണയായുള്ളവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. Verse 17 he says, I can count all my bones. ഇതാ 17 വാക്യം പറയുന്നു, എൻ്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാം. They look and they stare at me. അവരെന്നെ നോക്കുന്നു. What is the psalmist recording there? എന്നാണ് ഈ സങ്കീർത്തനക്കാരൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? He is seeing in the spirit what is taking place to my master. തന്റെ ആ പ്രവചനാത്മാവിൽ താൻ അത് ദർശിക്കുകയാണ്. He is seeing what is taking place in the life of Jesus on that night. ആ രാത്രിയിൽ യേശുവിന് സംഭവിക്കാൻ പോകുന്നത് തന്റെ ആത്മാവിൽ കൂടെ താൻ ഗ്രഹിക്കുകയാണ്. See, the statues and the paintings that we see of the crucifixion of Jesus, യേശുവിന്റെ ക്രൂശീകരണത്തിൻ്റെതായിട്ടുള്ള പ്രതിമയും അതുപോലെ തന്നെ ചിത്രരചനയൊക്കെ നാം കാണുമ്പോൾ, they show a little bit of blood coming down here. ആ കൈയിലൂടെ അല്പം രക്തം ഇങ്ങനെ ഒഴുകി വരുന്നതായിട്ട് കാണുന്നുണ്ട്. And a few drops of blood coming down here. അപ്പുറത്തെ കൈയിൽ നിന്ന് രക്തത്തുള്ളികൾ ഇങ്ങനെ ഒഴുകുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. A few drops of blood coming out of his side. ഇതാ യേശുവിന്റെ ശരീരത്തിൽ നിന്നും രക്തത്തുള്ളികൾ ഒഴുകുന്നതായിട്ട് നന്നായി കാണിച്ചിട്ടുണ്ട്. And a few drops of blood coming from his feet. തന്റെ കാലിൽ കൂടെ രക്തം ഒഴുകുന്നതായിട്ട് ആ പ്രതിമയിൽ കാണിച്ചിട്ടുണ്ട്. But the rest of his body looks so beautiful. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം വളരെ മനോഹരമായിരിക്കുന്നു. If you look and study, നാം
നോക്കുകയാണെങ്കിൽ, പഠിക്കുകയാണെങ്കിൽ, if you study how the Romans practiced the art of crucifixion, റോമാക്കാർ എങ്ങനെയാണ് ക്രൂശീകരണം നടത്തുന്നതെന്ന് പഠിക്കുകയാണെങ്കിൽ, this was not a method for them. അത് അവരുടെ രീതിയല്ലായിരുന്നു. It was an art for them. അത് അവരെ സംബന്ധിച്ചൊരു കലയായിരുന്നു. It was something that they enjoyed in doing. അത് അവര് രസിക്കുന്ന ഒരു തരത്തിലുള്ള കലയായിരുന്നു. Let me start by saying, ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആരംഭിക്കട്ടെ. many of us, we believe that Jesus was only whipped 39 times. യേശു 39 അടി കൊണ്ടെന്നാണ് അനേകർ വിശ്വസിക്കുന്നത്. The law of Moses commands that a Jew cannot beat another Jew more than 39 times. ഒരു യഹൂദന് മോശ കൽപ്പിച്ചിരിക്കുന്നത് പോലെ 39 അടി, അത് കൂടുതൽ അടിക്കാൻ പാടില്ല എന്നുള്ളതാണ്. But the Romans were not subject to the law of Moses. എന്നാൽ റോമാക്കാരെ സംബന്ധിച്ച് മോശയുടെ ന്യായപ്രമാണമൊന്നും അവർക്ക് വിഷയമല്ല. They never read the law of Moses. മോശയുടെ ന്യായപ്രമാണം അവർ വായിക്കുന്നില്ല. They didn't care what the law of Moses said. മോശയുടെ ന്യായപ്രമാണം എന്തു പറയുന്നു എന്ന് അവർ കൂട്ടാക്കുന്നില്ല. They will beat a man within an inch of his death. അങ്ങനെ ഇതാ ക്രൂശിതനാകുന്ന ആ വളരെ മുറിവേറ്റ കർത്താവ്, they will beat him until there is only enough life for him to carry the cross to the top of the hill. യേശുവിനെ അത്രമാത്രം ക്രൂശിച്ച് അവസാനം ആ ക്രൂശ് മാത്രം എടുക്കത്തക്ക രീതിയിലുള്ള ജീവൻ ബാക്കി വെച്ചിട്ട് അതുപോലെ യേശുവിനെ ഉപദ്രവിച്ചു. Let me tell you about how they used to whip people back then. എങ്ങനെയാണ് റോമാക്കാർ ചാട്ടവാറുകൾ കൊണ്ട് പുറത്തടിക്കുന്നത് എന്ന് ഞാനൊന്ന് വിവരിക്കട്ടെ. They will take a whip that is long, maybe from this pole to the other pole. ഈ കാണുന്ന പൈപ്പ് തൂണിന്റെ അറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ ഉള്ള നീളത്തിലുള്ള ചാട്ടവാറ്. And this whip, it will divide into nine sections. ഈ ചാട്ടവാറിന് 9 പിരിവുകൾ ഉണ്ടായിരുന്നു. And they called it in later times, in the medieval times, they call it the cat of 9 tails. ആ 9 വാലുള്ള പൂച്ചയുടേതായിട്ടുള്ള ആ വാല് തുല്യമായിട്ടാണ് അതിനെ കരുതുന്നത്. That's what they named it. അങ്ങനെയാണ് അവരതിന് പേരിട്ടിരുന്നത്. The cat of 9 tails. പൂച്ചയുടെ 9 വാല് എന്നാണ് അവർ പേരിട്ടിരുന്നത്. And they would take this whip. എന്നതിന് ശേഷമായി ചാട്ടവാറ് കയ്യിലെടുത്തിട്ട് they will bind the man to that pole. അങ്ങനെ അവിടെയുള്ള തൂണിൽ ആ വ്യക്തിയെ കെട്ടിയിട്ടിട്ട് they will bind him from hand to hand. അങ്ങനെ 2 കൈകളും 2 വശത്തേക്ക് വലിച്ചു കെട്ടി. And the man that has the whip he is an expert in handling the whip. അങ്ങനെ ആ ചാട്ടവാറ് പിടിച്ചിരിക്കുന്നവൻ അത് കൈകാര്യം ചെയ്യുവാൻ നല്ല സിദ്ധിയുള്ളവനാണ്. They didn't whip Jesus like we beat our children. നമ്മുടെ കുഞ്ഞുങ്ങളെ കണ്ടമാനം തല്ലുന്നത് പോലെ ഒന്നുമല്ല അവർ യേശുവിനെ തല്ലിയത്. They had great expertise in this. അതിന് നന്നായി വിദഗ്ധമായിരിക്കുന്ന രീതിയിൽ പരിശീലനം ലഭിച്ചവരായിരുന്നു അവര്. It is said that they can flick the fly off of the ear of a horse with their whip. അങ്ങനെ അവരടിക്കുമ്പോൾ ആ ശബ്ദം ആ കാതിൽ കേൾക്കുന്ന തരത്തിലുള്ള ശബ്ദമാണ്. This whip that they will take, they will whip him with Jesus. അങ്ങനെ ആ ചാട്ടവാർ എടുത്തിട്ട് യേശുവിന്റെ മേൽ അടിച്ചു. And that whip will go around Jesus. ആ ചാട്ടവാറ് യേശുവിന്റെ ശരീരത്തിൽ ചുറ്റും. Here's the gruesome part. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള വളരെ ദയനീയമായിരിക്കുന്ന ഒരു സംഗതി. At the end of these 9 small whips, ഈ ചാട്ടവാറിന്റെ 9 പിരിവിന്റെ അറ്റത്തായിട്ട് they will tie small pieces of metal or bone. എല്ല് കഷണം ഇരുമ്പ് കഷണം ഒക്കെ അവര് നന്നായി കെട്ടി അതിന്റെ അറ്റത്ത് മുറുക്കുമായിരുന്നു. And that whip would go around the man. ആ അടിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൽ ആ ചാട്ടവാർ ചുറ്റും. And that whip will whip around him, and the bone and the metal will dig into his flesh. അങ്ങനെ ആ എല്ലും കഷണം ആ ഇരുമ്പ് കഷണം ആ അടിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിലേക്ക്
ആഞ്ഞു കയറും. And then with just one flick of his wrist, അങ്ങനെ ആ അടിക്കുന്ന പടയാളി ഒരു വലി വലിക്കും. and with that flick of his wrist, it will begin to tear the skin. ആ വലിക്കുന്നതോടുകൂടി തന്റെ ശരീരത്തിൽ വലിയൊരു മുറിവുണ്ടായിട്ടാണ് ആ ചാട്ടവാറ് And വലിച്ചെടുക്കുന്നത്. it will rip the skin off of his body in circles. ആ ശരീരത്തിലുള്ള തൊലിയൊക്കെ അതോടുകൂടെ പറഞ്ഞു വരും. And they whipped him and whipped him and whipped him. യേശുവിനെ അടിച്ചു അടിച്ചു വീണ്ടും അടിച്ചു. They didn't stop at 39. 39 അടി കൊണ്ടൊന്നും നിർത്തിയില്ല. They kept whipping him until there was no place else to whip his body. തന്റെ ശരീരത്തിൽ ഇനി ഒരു സ്ഥലവും ബാക്കി ശേഷിക്കാതെ വണ്ണം അത്രമാത്രം ക്രൂരമായിട്ട് യേശുവിനെ അടിച്ചു. They whipped him until there was no skin left on his body. തന്റെ ശരീരത്തിൽ ഇനി അടിക്കാൻ ഒരു തൊലിയും ശേഷിച്ചിരിക്കാതെ വണ്ണം അത്രമാത്രം അടിച്ചു. They whipped him until they ripped all of his flesh off his body. തന്റെ ശരീരത്തിലുള്ള ആ മാംസകഷണങ്ങൾ പറയത്തക്ക രീതിയിൽ അടിച്ചു. That's why hanging on the cross. അതാണ് ക്രൂശിൽ തൂക്കുക എന്ന് പറഞ്ഞാൽ. And hanging on the cross, Jesus says, യേശുവിനെ ക്രൂശിൽ തൂക്കിയപ്പോൾ യേശു പറഞ്ഞു, I can count all my bones. എന്റെ അസ്ഥികളെല്ലാം എനിക്ക് എണ്ണാമെന്ന്. They look and they stare at me. അവരെന്നെ സൂക്ഷിച്ചു നോക്കിയിട്ട് He can count every one of his bones. തന്റെ ശരീരത്തിലുള്ള ആ എല്ലുകളെയൊക്കെ അവർക്ക് എണ്ണാൻ നോക്കുന്നവർക്ക്. Because when he looks down, there is no skin covering his bones. കാരണം തന്റെ ശരീരത്തിലുള്ള തൊലിയെല്ലാം മാംസമെല്ലാം പറഞ്ഞു പോയിരിക്കുന്നു. And when he looks down, all he sees are bones. അവർ നോക്കുമ്പോൾ ഇനി കാണാനുള്ളത് മാംസമല്ല, എല്ല് മാത്രമേ ഉള്ളൂ. That is just a small idea of what they did to Jesus. നമുക്ക് കിട്ടുന്ന ചുരുക്കമായ യേശുവിനോട് ചെയ്ത ആ ചുരുക്കമായ അറിവാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. If you study from verse 1 all the way to verse 21, ഒന്നാം വാക്യം മുതൽ 21 വാക്യം വരെ നാം വായിക്കുമ്പോൾ we see that Jesus is hanging on the cross. യേശുവിതാ ക്രൂശിന്മേൽ തൂങ്ങിക്കിടക്കുന്നു. And when he's hanging on the cross, he says, my God, why have you forsaken me? യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് ഇപ്രകാരം നിലവിളിച്ചു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? The one who has formed each person in their mother's womb. ഇതാ ഓരോ വ്യക്തിയും അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയവൻ. The one who has called forth the light in the beginning of the world. ആദിയിൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞവൻ. The one who formed man with his own hands. തന്റെ ആ കരവൈദഗ്ധ്യം കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചവൻ. The one who called into being all of creation. ഈ അഖിലാണ്ടത്തിന്റെ ഉടയവനായിരിക്കുന്നവൻ. The one who knows the names of every one of the stars. എല്ലാ നക്ഷത്രങ്ങളെയും പേര് ചൊല്ലി വിളിക്കുന്നവൻ. He is hanging on the cross. ഇതാ ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്നു. And he can barely call out and say, Eli, Eli, lama sabachthani. അവന് ശബ്ദമെടുക്കുവാൻ കഴിയുന്നില്ല. എങ്കിലും എടുക്കാവുന്ന ശബ്ദത്തിൽ ഏലി ഏലി ലമ്മാ സബക്താനി എന്ന് വിളിക്കുന്നു. The people that stand near him, they don't understand what he is saying. തന്റെ സമീപത്ത് നിൽക്കുന്നവർ താൻ വിളിക്കുന്നത് പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. All they hear is something like Eli, Eli. അവർക്ക് ഇങ്ങനെ കേൾക്കാൻ കഴിയുന്നു, ഏലി ഏലി എന്ന് പറയുന്നത്. And they think he is calling out for the prophet Elijah. അവർ വിചാരിച്ചത് പ്രവാചകനായ ഏലിയാവിനെ വിളിക്കുന്നു എന്നാണ്. They didn't understand that he was beginning Psalm 22. അവര് ഈ 22 സങ്കീർത്തനമാണ് യേശു ഉച്ചരിക്കുന്നതെന്ന് മനസ്സിലായില്ല. I don't have time, I have to go quickly. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് വേഗത്തിൽ എനിക്ക് മുന്നോട്ട് പോകണം. So there won't be too much explanation. അതുകൊണ്ട് വിവരണങ്ങൾ ഇവിടെ നിന്ന് ധാരാളമായി നൽകി തരുവാൻ കഴിയുന്നില്ല. But in the time of Jesus, എന്നാൽ യേശുവിന്റെ സമയത്ത് every Jewish boy, എല്ലാ യഹൂദ ബാലകന്മാരും by the time he is 12 years old, 12 വയസ്സാകുമ്പോൾ he is to have memorized the Pentateuch, the first 5 books of the Old Testament. പഴയനിയമത്തിലെ 5 പുസ്തകങ്ങളായിരുന്ന മോശയുടെ ന്യായപ്രമാണം പഞ്ചഗ്രന്ഥങ്ങൾ ഹൃദയസ്ഥമാക്കണം. And he is to have memorized the book of Psalms. അങ്ങനെ
സങ്കീർത്തന പുസ്തകങ്ങളും കാണാപ്പാഠം പഠിക്കണം. If I start off, the Lord is my shepherd. അങ്ങനെ യഹോവയുടെ ഇടയനാകുന്നു എന്നൊക്കെയുള്ള If I begin that psalm, അങ്ങനെ ആ സങ്കീർത്തനങ്ങൾ ഉച്ചരിക്കുമ്പോൾ you can finish that psalm. അങ്ങനെ സങ്കീർത്തനങ്ങൾ ഉച്ചരിച്ച് അവസാനിപ്പിക്കാൻ കഴിയും. Even the little children will be able to respond, I shall not want. അങ്ങനെ അവിടെയുള്ള യഹൂദ ബാലകന്മാരിൽ ചെറിയവർക്ക് പോലും പറയാൻ പറ്റും, യഹോവയുടെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല എന്ന്. When you begin a psalm among the Jews, ഈ യഹൂദന്മാരുടെ ഇടയ്ക്ക് സങ്കീർത്തനം പറയുമ്പോൾ they know the rest of that psalm. വാക്യം ഒന്ന് പറയുമ്പോൾ തന്നെ വാക്യത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കാണാതെ പറയാൻ അതിസമർത്ഥന്മാരാണ് യഹൂദന്മാർ. And what Jesus is doing on the cross, യേശു ക്രൂശിൽ കിടക്കുന്ന കാര്യം, what he is doing on the cross, എന്താണ് യേശു ക്രൂശിൽ കടന്നുകൊണ്ട് ചെയ്യുന്നത്? we think he is calling out and saying, my God, he has forsaken me. ഇതാ അവര് യേശു പറയാണ്, എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്താ? And we think that he is calling out in agony and distress. യേശുവിന്റെ അതിവേദയിൽ അതിദുഃഖത്തിൽ താൻ വിളിക്കുന്ന കാര്യമാണെന്ന് ചിന്തിക്കുന്നു. But he is not calling out a cry of defeat. എന്നാൽ പരാജയപ്പെട്ടല്ല, ക്രൂശിൽ കടന്നുകൊണ്ട് യേശു ഈ നിലവിളി ഉയർത്തുന്നത്. It is a cry of victory that Jesus cries out. എന്നാൽ വിജയത്തിന്റെ നിലവിളിയാണ് യേശു ക്രൂശിൽ മുഴക്കുന്നത്. You may ask, how is that a cry of victory? എങ്ങനെയാണ് ഒരു വിജയത്തിന്റെ നിലവിളിയായി ആ ക്രൂശിലെ നിലവിളിയെ കണക്കാക്കാൻ സാധിക്കുന്നത്? He says, my God, why have you forsaken me? എന്റെ ദൈവമേ എന്നെ കൈവിട്ടത് എന്ന് 22 സങ്കീർത്തനത്തിൽ പറയുമ്പോൾ, when you hear that, how is that a cry of victory? എങ്ങനെയാണ് അത് വിജയത്തിന്റെ നിലവിളിയാകുന്നത്? You have to know the rest of the psalm. ബാക്കിയുള്ള സങ്കീർത്തന വേദഭാഗങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. You have to study the rest of Psalm 22. 22 സങ്കീർത്തനത്തിന്റെ ബാക്കി ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ, see, hanging on the cross, Jesus is not able to recite the whole psalm out loud. അങ്ങനെ ക്രൂശിൽ കിടക്കുന്ന യേശുവിന് 22 സങ്കീർത്തനം മുഴുവൻ പറയാൻ ഒക്കുന്നില്ല. He is not physically able. ആ ശാരീരിക അവസ്ഥ തന്നെ അതിന് അനുവദിക്കുന്നില്ല. Even when he recites the beginning of the psalm, they don't understand him. ഇതാ 22 സങ്കീർത്തനത്തിന്റെ ആദ്യ വാക്യം ഉച്ചരിച്ചപ്പോൾ തന്നെ അത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. Even when he said Eli Eli, they thought he was calling out for Elijah. ഏലി ഏലി എന്ന് വിളിച്ചപ്പോൾ അവർ ചിന്തിച്ചത് യേശു ഏലിയാവെ വിളിക്കുന്നു എന്നാണ്. But if they understood what he was saying, അവർ വിളിച്ചത് അവർക്ക് മനസ്സിലായില്ല. if they understood it, അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ they would have understood what Jesus was saying. യേശു പറയുന്നത് അവർ മനസ്സിലാക്കിയിരുന്നു They എങ്കിൽ would have understood the power behind it. അതിന്റെ പുറകിലുള്ള ശക്തി അവർ മനസ്സിലാക്കിയിരുന്നു എങ്കിൽ, if they understood that he was starting off Psalm 22, ആ 22 സങ്കീർത്തനമാണ് താൻ ഉച്ചരിക്കുന്നത് എന്നവർ മനസ്സിലാക്കിയിരുന്നു എങ്കിൽ, they would have understood that he is calling out a cry of victory. ആ വിജയത്തിന്റെ നിലവിളിയാണ് ക്രൂശിൽ കടന്നുകൊണ്ട് മുഴക്കുന്നത് എന്നവർ മനസ്സിലാക്കിയിരുന്നു എങ്കിൽ. I don't have time to go through the whole psalm. ആ സങ്കീർത്തനം മുഴുവനും വിവരിക്കാൻ എന്റെ മുമ്പിൽ നേരമില്ല. But if you study from Psalm verses 1 through 21, 1 മുതൽ 21 വരെ പഠിക്കുമ്പോൾ, he declares, my God, you are faithful. എന്റെ ദൈവമേ നീ വിശ്വസ്തനാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. In verse 3 he says, even though it feels that I am alone, yet you are holy. ഇതാ ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും പിതാവാം ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്നാണ് അത് പറയുന്നത്. Our fathers trusted in you and they were never let down. ഞങ്ങളുടെ പിതാക്കന്മാർ നിന്നിൽ ആശ്രയിച്ചു, അതുകൊണ്ട് നീ അവരെ തള്ളിക്കളഞ്ഞില്ല. They trusted in you and you delivered them. നിന്നിൽ ആശ്രയിച്ചു, നീ അതുകൊണ്ട് അവരെ വിടുവിച്ചു. Verses 1 through 5 he declares, God, in the past you were faithful. ഇതാ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പിതാക്കന്മാരോട് നല്ലവനായിരുന്ന ഒരു ദൈവത്തെ കുറിച്ച് വർണ്ണിക്കുന്നു. And then you read from verses 6 down to verses 10. 6 മുതൽ 10 വരെ വായിക്കുമ്പോൾ he declares that God is faithful to his fathers. ഇതാ പിതാക്കന്മാരോട് വിശ്വസ്തനായിരുന്ന ഒരു ദൈവത്തെ കുറിച്ച് അവിടെ പറയുന്നു. And in verse 6 through 10 he declares that he has been faithful to him, to Jesus. ഇതാ യേശുവിനോട് തന്നെ പിതാവ് വിശ്വസ്തനാണെന്ന് പറയുന്നു. Yeah, in verse 9 it says, you are he who brought me forth from the womb. ഇതാ എന്നെ
അമ്മയുടെ ഉദരം മുതൽ നീ എന്റെ ദൈവം എന്നാണ് 10-ാം വാക്യത്തിൽ വായിക്കുന്നത്. You made me trust upon you when I was on my mother's breast. നീയല്ലോ എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ. എന്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി. Verse 10, upon you I was cast from my birth. ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു. You have been my God from my mother's womb. എന്റെ അമ്മയുടെ ഉദരം മുതൽ നീ എന്റെ ദൈവമെന്ന് അവിടെ കർത്താവ് പറയുന്നു. Verses 1 through 5, Jesus declares, you have been faithful to my fathers. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പിതാക്കന്മാരോട് നല്ലവനായിരുന്ന ഒരു ദൈവത്തെ കുറിച്ച് പറയുന്നു. And verses 6 through 10, he declares, from my birth, my God has been my God. ഇതാ അതിന്റെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുവിനോട് തന്നെ ആ പിതാവായ ദൈവം വിശ്വസ്തനായിരുന്നു, തന്റെ അമ്മയുടെ ഉദരം മുതൽ തന്നെ കണ്ടിരുന്നു എന്ന് പറയുന്നു. Verses 11 through 21, 11 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ it declares all the troubles that Jesus has gone through. യേശു കടന്നു പോകുന്ന വ്യഥകളെ കുറിച്ച് പറയുന്നു. We looked at one verse 17. ആ 17-ാം വാക്യത്തിന്റെ ആരംഭ വാക്യം വായിക്കുമ്പോൾ we already studied what that is talking about. എന്താണ് അവിടെ പറയുന്നത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. In all of these verses from 11 to 21, he is describing his suffering. ഇതാ 11 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ തന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് വിവരിച്ചിരിക്കുന്നു. But when you get to verse 22, എന്നാൽ 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ there is a sudden shift. പെട്ടെന്നൊരു മാറ്റം, there is a great change that takes place. അവിടെ ഒരു വലിയ മാറ്റം നടക്കുന്നു. When you get to verse 22, there is no more suffering. 22-ാം വാക്യം വരുമ്പോൾ അവിടെ ഒരു കഷ്ടതയും കാണുന്നില്ല. He does not speak of the trouble that he's going through. ഈ യേശു കടന്നു പോകുന്ന വ്യഥകളെ കുറിച്ചല്ല 22-ാം വാക്യത്തിൽ പറയുന്നത്. Read verse 22. 22-ാം വാക്യം വായിക്കുന്നു. 24. 22 മുതൽ 24 വരെ. ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. യഹോവ ഭക്തന്മാരെ അവനെ സ്തുതിപ്പിൻ, യാക്കോബിന്റെ സകല സന്തതിയുമായുള്ളവരെ. Keep in mind he is still on the cross. നോക്കൂ, യേശു ക്രൂശിലാണ്. He is unable to shout these words out with his mouth. തന്റെ വാഗൊണ്ട് ഈ വാക്കുകൾ തനിക്ക് പറയാൻ കഴിയത്തില്ല. He is unable to do that physically. തന്റെ ശാരീരികമായിട്ട് അത് പറയാൻ തനിക്ക് ഒക്കുന്നില്ല. However, he has begun the chapter. എന്നാൽ ഈ എങ്ങനെയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്? He has already begun reciting the chapter. ഈ 22-ാം സങ്കീർത്തനം താൻ ഉച്ചരിച്ചു തുടങ്ങി. And the rest of it he is reciting in his heart. ബാക്കിയുള്ള വാക്യങ്ങൾ പുറമെ ഉച്ചരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും യേശു തന്റെ അകമേ ഉച്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. And he is going through each one of these verses one by one. അങ്ങനെ ഓരോ വാക്യങ്ങളും ഓരോന്നോരോന്നായിട്ട് യേശു പുറമെയല്ല അകത്തിങ്ങനെ ഉച്ചരിച്ചുകൊണ്ടിരുന്നു. And he is describing the faithfulness of God to the forefathers. തന്റെ പിതാക്കന്മാരോടുള്ള ആ വിശ്വസ്തതയെ കുറിച്ചുള്ള ദൈവത്തെ കുറിച്ച് താൻ ഇങ്ങനെ പറഞ്ഞു. And he is describing how God has been with him from the day that he was born. തന്നെ ഉരുവാക്കിയ നാളിനെ കുറിച്ച് യേശു ഉച്ചരിച്ചു. And he is describing how God has been faithful to him. തനിക്ക് എങ്ങനെ ദൈവം വിശ്വസ്തനായിരുന്നത് താൻ പ്രഖ്യാപിച്ചു. And he is describing how he is going through suffering. എങ്ങനെയാണ് താൻ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നതെന്ന് താൻ പറഞ്ഞു. And then you get to verse 22. എന്നാൽ 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ and he says, I will tell of your name to my brethren. ഇതാ എന്റെ സഹോദരന്മാരുടെ മധ്യേ ഞാൻ നിന്നെ കീർത്തിക്കും. He is still on the cross. നോക്കൂ, യേശു ക്രൂശിലാണ്. And he is reciting, I will tell of your name to my brethren. ഇതാ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും. In the midst of the assembly, I will praise you. സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. You who fear Jehovah, praise him. ഇതാ നീയാണ് സ്തുതിക്ക് യോഗ്യനെന്ന് അവിടെ പറയുന്നു. Verse 24. അതിൽ 24-ാം വാക്യം. അരിഷ്ടന്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല, വെറുത്തതുമില്ല, തന്റെ മുഖം അവന് മറച്ചതുമില്ല. തന്റെ മുഖം മറച്ചതുമില്ല. അതല്ലല്ലോ നമ്മൾ പഠിപ്പിക്കുന്നത്. തന്റെ മുഖം മറച്ചതുമില്ല.
We read verse 1 and we stop there. നമ്മൾ ഒന്നാം വാക്യം വായിച്ച് അവസാനിപ്പിക്കും. And then we say, oh, God turned his face away. നമ്മൾ എന്നിട്ട് പറയും പിതാവായ ദൈവം കർത്താവിനെ കൈവിട്ടെന്ന്. But what does the word of God say? എന്നാൽ ദൈവത്തിന്റെ വചനം 27 എന്താ പറയുന്നത്? Don't tell me what your pastor says. നിങ്ങളുടെ പാസ്റ്റർ പറയുന്നത് എനിക്ക് കേൾക്കണ്ട. Don't tell me what your PhD theologian says. നിങ്ങളുടെ ദൈവശാസ്ത്രജ്ഞന്മാരും PhD-കാരും പറയുന്നതൊന്നും എനിക്ക് കേൾക്കണ്ട. What does the word of God say? ദൈവവചനം എന്ത് പറയുന്നു? അവന്റെ മുഖം, he will never turn his face away. അവന്റെ മുഖം ഒരിക്കലും മറച്ചിട്ടില്ലായിരുന്നു. When you and I cry out, he will never turn his face away. ഞാനും നിങ്ങളും കരഞ്ഞു നിലവിളിക്കുമ്പോൾ തന്റെ മുഖം മറയ്ക്കുന്നവനല്ല നമ്മുടെ ദൈവം. He will never turn his face away. നമ്മുടെ ദൈവം മുഖം മറച്ചു പോകുന്നവനല്ല. He will never despise your suffering. നമ്മളെ തിരസ്കരിച്ച് ത്യജിച്ചു കടന്നു പോകുന്നവനല്ല. He will never turn his face away. തന്റെ മുഖം നമുക്ക് വേണ്ടി വിമുഖമായി കാണിക്കുന്നവനല്ല. It is hard to accept, I understand. ഇത് മനസ്സിലാക്കാനും അംഗീകരിക്കാനും ഇച്ചിരി പ്രയാസമാണെന്ന് എനിക്കറിയാം. For the past 50-60 years that you have been taught, oh, God turned his face away. കഴിഞ്ഞ 56 വർഷത്തോളമായിട്ട് ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, എൻ്റെ പിതാവേ എന്നെ കൈവിട്ടത് എന്തെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. Let me ask you a question. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. If God is going to turn his face away, ദൈവം തന്റെ മുഖം മറച്ചിരുന്നു എങ്കിൽ, from his only beloved begotten son, തന്റെ ഏകജാതനായ പുത്രനിൽ നിന്ന് മറച്ചിരുന്നു എങ്കിൽ, from the one who rested in his bosom, ആ തന്റെ മാർവോട് ചാരിയിരുന്നവനെ എതിരായിട്ട് മറച്ചിരുന്നു എങ്കിൽ, from the one who has committed no sin, ഒരിക്കലും പാപം ചെയ്യാത്തവനെ അവനിൽ നിന്ന് ദൈവത്തിന്റെ മുഖം മറച്ചിരുന്നു എങ്കിൽ, from the one who for 33.5 years lived a blameless and perfect and holy life, 33 വർഷക്കാലം പാപമില്ലാതെയും നിഷ്കളങ്കനായും കുറ്റമില്ലാത്തവനായും ജീവിച്ച ആ യേശു, if he is going to turn his face away from Jesus, അങ്ങനെയുള്ള ഒരു യേശുവിൽ നിന്ന് പിതാവാൻ ദൈവം മുഖം മറച്ചിരുന്നു എങ്കിൽ, what guarantee do you have that he won't turn his face from you and from me? എനിക്ക് നിങ്ങൾക്ക് എന്താ ഉറപ്പ് ആ ദൈവം നമ്മളിൽ നിന്ന് മുഖം മറച്ച് കളയും? You and I are sinners. ഞാൻ നിങ്ങൾ പാപികളായിരുന്നു. You and I are disgusting in the sight of God. ഞാനും നിങ്ങളും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അനിഷ്ടമായി ചെയ്തവരാണ്. What guarantee do you have that he won't turn his face from you? എന്നെ ഉറപ്പാ ദൈവം നമ്മളിൽ നിന്ന് മുഖം മറച്ച് കളയത്തില്ല എന്ന്. My guarantee is the word of God. എന്റെ ഉറപ്പെന്ന് പറയുന്ന ദൈവത്തിന്റെ വചനമാണ്. He has not turned his face. ദൈവത്തിന്റെ മുഖം മറച്ചിട്ടില്ല. He has not turned his face. ദൈവത്തിന്റെ മുഖം മറച്ചിട്ടില്ല. You try it, you cry out to my God and you will find out he will not turn his face. നിങ്ങൾ കരഞ്ഞപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ദൃഷ്ടിയിൽ ആ ദൈവത്തിന്റെ മുഖം മറച്ചിട്ടില്ല. Try it in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പരിശോധിക്കുക. You try crying out to my God. നിങ്ങളൊന്ന് കരഞ്ഞു നോക്ക്. You try crying out to my God. എന്റെ ദൈവത്തോടൊന്ന് നിലവിളിച്ച് നോക്ക്. If he turns his face from you, come and let me know. ആ ദൈവം മുഖം മറച്ചു കളയുകയാണെങ്കിൽ ധൈര്യത്തോടെ എന്റെ അടുത്ത് വന്ന് പറ. The word of God says he has not turned his face. ദൈവത്തിന്റെ വചനം പറയുന്നു തന്റെ മുഖം മറച്ചിട്ടില്ല. As you continue reading the psalm, നിങ്ങൾ ആ സങ്കീർത്തനം തുടർമാനമായി വായിക്കുമ്പോൾ, you understand that hanging on the cross, യേശു ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു. hey, you understand that while he is hanging on the cross, he is crying a cry of victory. ക്രൂശിൽ കിടന്നുകൊണ്ട് നിലവിളിക്കുന്ന നിലവിളി വിജയത്തിന്റെ നിലവിളിയാണ്. When you look upon his face, it is a very disgusting face. തന്റെ മുഖം വളരെ വിരൂപമായിരിക്കുന്ന ഒരു മുഖമായിട്ട് നമുക്ക് ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ ദർശിക്കാം. The word of God says that he does not even have the appearance of a man. തന്റെ മുഖം മറച്ചു കളയത്തക്കവണ്ണം, മറ്റുള്ളവരുടെ മുഖം മറച്ചു കളയത്തക്കവണ്ണം യേശുവിനെ അതിനിന്ദിതമായി ക്രൂശിച്ചു. He did not even appear, he did not even look like a man. അവനൊരു ആളല്ല എന്ന് തോന്നുമാറ് അത്രമാത്രം വിരൂപമായിട്ട് ക്രൂശിക്കപ്പെട്ടു. Hanging on that cross in that state. ആ വിധത്തിലാണ് യേശുവിനെ ക്രൂശിൽ തൂക്കിയിരിക്കുന്നത്. And there in that face of Christ, ആ യേശുവിന്റെ മുഖത്ത് is the glory of God. ദൈവ തേജസ്. That's the glory of God. അതാണ് ദൈവത്തിന്റെ തേജസ്. That's the glory of God.
അതാണ് ദൈവത്തിന്റെ തേജസ്. Even in the midst of defeat, ഈ പരാജയത്തിന്റെ മധ്യത്തിലും, even there he says, my God will never turn his face. അതിന്റെ മധ്യത്തിലും യേശു വിളിച്ചു പറയുകയാണ്, തന്റെ മുഖം എനിക്ക് മറച്ചിട്ടില്ല. Even there he says, my God is with me. എന്റെ ദൈവം എന്നോട് കൂടെ എന്ന്. Even there he says, I will praise your name in the assembly. ഇതാ സഭാ മധ്യേ ഞാൻ നിന്റെ നാമത്തെ കീർത്തിക്കുമെന്ന് പറയുന്നു. And the last, let's read the last verse. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യം വായിക്കാം. അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന അവന്റെ നീതിയെ വർണ്ണിക്കും. It says, to a people who will be born, ജനിക്കാനുള്ളവരോട് they will declare, he has finished it. അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറയും. They will declare, അവർ ഇപ്രകാരം പ്രഖ്യാപിക്കും, he has finished it. അവൻ നിവർത്തിച്ചിരിക്കുന്നു. In John chapter, യോഹന്നാന്റെ സുവിശേഷം John chapter 19 verse 30. 19-ാം അധ്യായം പെട്ടെന്ന് വായിക്കാം. 13-ാം വാക്യം 30. വാക്യം. യേശു പുളിച്ചവീഞ്ഞു കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. What does he say? എന്താണ് യേശു പറയുന്നത്? It is accomplished. നിവൃത്തീകരിച്ചിരിക്കുന്നു. It is finished. നിവൃത്തീകരിച്ചിരിക്കുന്നു. He is unable to quote every verse of this chapter. ഈ വേദഭാഗങ്ങളെല്ലാം ഉച്ചരിക്കാൻ തനിക്ക് കഴിയുന്നില്ല. But in the very little strength that he has in his body, തന്റെ ശരീരത്തിൽ അവശേഷിച്ചിരിക്കുന്ന ശക്തി കൊണ്ട് he begins the chapter ആ വേദഭാഗം ഉച്ചരിച്ചു. and he says, my God, why have you forsaken me? ഇങ്ങനെ ഉച്ചരിച്ചു, എന്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്താ? And then in his heart he recites all of those verses. അങ്ങനെ 22-ാം സങ്കീർത്തനം മുഴുവനും ഉച്ചരിച്ചു. And then with the last drop of the strength in his body, തന്റെ ശരീരത്തിൽ അവശേഷിച്ചിരിക്കുന്ന അവസാനത്തെ ജീവൻ കൊണ്ട് he ends the chapter. ആ വേദഭാഗം അവസാനിപ്പിച്ചു. He says it is finished. യേശു പറയുന്നു നിവർത്തീകരിച്ചിരിക്കുന്നു. He begins Psalm 22 and he ends Psalm 22. 22-ാം സങ്കീർത്തനം ആരംഭിച്ചു, 22-ാം സങ്കീർത്തനം അവസാനിപ്പിച്ചു. All of that he does on the cross. അതെല്ലാം ക്രൂശിൽ കിടന്നുകൊണ്ടാണ് പറഞ്ഞത്. But if you want to understand how what Jesus is doing, what he is saying on the cross, you have to study Psalm 22. യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 22-ാം സങ്കീർത്തനം പഠിക്കണം. When you study the Psalm 22, നിങ്ങൾ 22-ാം സങ്കീർത്തനം പഠിക്കുമ്പോൾ you will understand he is not crying a cry of defeat. പരാജയത്തിന്റെ നിലവിളിയല്ല യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് നിലവിളിക്കുന്നത്. He is crying a cry of victory. അവൻ വിജയാലിതനായി വിജയത്തിന്റെ നാഥമാണ് അവിടെ മുടക്കുന്നത്. He declares that from generations to come they will declare the name of Jehovah. ഇനി വരാനുള്ളവരോടും അവരോടെല്ലാം പ്രസ്താവിക്കും, അവൻ നിവർത്തീകരിച്ചിരിക്കുന്നു എന്ന്. Hanging on the cross he declares, I have finished it. ക്രൂശിൽ കിടന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ നിവർത്തീകരിച്ചിരിക്കുന്നു. And he says, glory to God. ദൈവത്തിന് മഹത്വം. How does he say that? എങ്ങനെയാണ് അവൻ പറഞ്ഞത്? You see that in his face. നോക്കൂ അവന്റെ മുഖത്തേക്ക്. 2 Corinthians verse 6, it says it is in the face of Jesus Christ. യേശുവിന്റെ മുഖത്ത്. It is not a beautiful picture that I paint here. ഇതാ മനോഹരമായിരിക്കുന്ന ഒരു ചിത്രമാണ്. അല്ല. It is a very gruesome picture that I'm painting. ഞാൻ പറഞ്ഞ ആ ചിത്രം വളരെ വികലമായിരിക്കുന്ന ചിത്രമാണ്. It is a painting of a man without any skin on his body. ആ വരച്ചിരിക്കുന്ന ചിത്രത്തിൽ തന്റെ ശരീരത്തിൽ ഒരു മാംസവും ശേഷിക്കാതെ. It is a painting of a man who has all of his bones sticking out of his body. ഇതാ തന്റെ ശരീരത്തിൽ അസ്ഥികളെല്ലാം തെളിഞ്ഞു നിൽക്കുന്ന ആ ശരീരം.
It is a painting of a man who has been beaten from head to toe. തന്റെ തല മുതൽ പാദം വരെ അടിയേറ്റ ഒരു യേശുവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. But in the midst of that, അതിന്റെ എല്ലാ മധ്യത്തിൽ, when you look upon his face, യേശുവിന്റെ മുഖത്തേക്ക് നാം നോക്കുമ്പോൾ, you see the glory of God. ഒരു തേജസ് നമുക്ക് അവിടെ കാണാം. You see the glory of God. ഇന്ന് രാത്രികാലം ആ തേജസ് കാണുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? You see the glory of God. ആ തേജസ് കാണുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? Hallelujah. അങ്ങനെയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. The word of God says, ദൈവത്തിന്റെ വചനം പറയുന്നു, by his stripes we are healed. തന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. We receive healing in our spirit. നമ്മുടെ ആത്മാവിൽ ആ സൗഖ്യം നാം We പ്രാപിച്ചിരിക്കുന്നു. receive healing in our bodies. നാം നമ്മുടെ ശരീരത്തിൽ ആ സൗഖ്യം We പ്രാപിച്ചിരിക്കുന്നു. receive healing in our families. നമ്മുടെ കുടുംബത്തിൽ ആ സൗഖ്യം, We receive healing for our children. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സൗഖ്യം, We receive healing in our community. നമ്മുടെ സമൂഹത്തിൽ ആ സൗഖ്യം, There is healing and deliverance വിടുതലും സൗഖ്യവും in the face of that man hanging on the cross. ആ ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന ആ യേശുവിന്റെ മുഖത്തുണ്ട്. And it is that glory that is to shine within our hearts. ആ തേജസ് നമ്മുടെ ഹൃദയത്തിനകത്ത് പ്രകാശിക്കുന്നു. God is a good God. ദൈവം നല്ല ദൈവമാണ്. God is a good God. ദൈവം നല്ല ദൈവമാണ്. God is a good God. ദൈവം നല്ലവനാണ്. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. I praise and thank God for the men of God ദൈവം who has given me this time. എനിക്ക് ഈ സമയം തന്ന കർത്തദാസനോട് നന്ദി അറിയിക്കുന്നു. I want to thank the man of God that has done a wonderful job translating. ഇന്ന് രാത്രികാലം എനിക്ക് പരിഭാഷപ്പെടുത്തിയ കർത്തദാസനോടും I want to thank him. നന്ദി അറിയിക്കുന്നു. And I want to request all of your prayers for me and my family. എനിക്കും എൻ്റെ കുടുംബത്തിനും ശുശ്രൂഷയെ ഓർത്തും നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. May God bless you. നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. Praise the Lord. Hallelujah. Hallelujah. ഇന്ന് രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ നമുക്ക് കൈമാറിയ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ക്രൂശിക്കപ്പെട്ടവനാകുന്ന ക്രിസ്തുവിനെ ഇന്ന് രാത്രികാലം നമ്മുടെ മുൻപാകെ വരച്ചു കാണിക്കുവാൻ, ഹല്ലേലൂയ, സ്വർഗം നമുക്ക് പ്രസാദം നൽകിയതിനായി സ്തോത്രം ചെയ്യാം. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ നൽകി തന്ന കർത്താവനദാസനെ ദൈവം കുടുംബമായി മാനിക്കട്ടെ, ശുശ്രൂഷയിൽ ശക്തമായി ഉപയോഗിക്കട്ടെ. നമുക്കൊന്നായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേക നമ്മുടെ വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. ദൈവം ധാരാളമായി മാനിക്കുമാറാകട്ടെ. പരിഭാഷപ്പെടുത്തിയ വിനോദ ഭാഷ പ്രത്യേക വന്ദനം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ഇന്ന് രാത്രി കാലം ക്ഷണം സ്വീകരിച്ച് ഇവിടെ വരുവാനിടയാക്കിയല്ലോ. പ്രത്യേക വന്ദനം അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ആമേൻ. ഇന്ന് രാത്രിയിൽ എത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചു. നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നാളെ കൃത്യം 6 മണിക്ക് തന്നെ പ്രാർത്ഥിച്ച് ഗാനശുശ്രൂഷ ആരംഭിക്കുന്നതും നാളെ സ്തോത്രം രാത്രി കാലം ആമേൻ സ്റ്റേറ്റ് ഓവർസിയർ ആയിരിക്കുന്ന ചർച്ച് ഓഫ് ഗോഡിൻ്റെ സ്റ്റേറ്റ് ഓവർസിയർ ആയിരിക്കുന്ന ആമേൻ PJ ജെയിംസ് സാറ് നാളെ രാത്രി വചനം ശുശ്രൂഷിക്കുന്നതാണ്. എല്ലാവരും നേരത്തെ തന്നെ കടന്നു വരികയും ആമേൻ ദൈവസന്നിധിയിലായിരിക്കുകയും ചെയ്യണം. മറ്റുള്ളവരെ കൂട്ടിച്ചുകൊണ്ട് വരണം. ആമേൻ. അനേകർ ഇവിടെ കടന്നു വന്ന് വിടുതൽ പ്രാപിക്കുവാൻ ഈ ദിവസങ്ങളിൽ ഇടയാകണം. നാളെ മുതൽ ആമേൻ എല്ലാ സ്ഥലത്തേക്കും, അല്ലെങ്കിൽ അലക്കുഴി, കുരാനമുകൾ ആ ഭാഗങ്ങളിലേക്കും, അതുപോലെ വില്ലൂര് ആ ഭാഗങ്ങളിലേക്ക് വണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരും മറ്റുള്ളവരോട് പറയുകയും ആ നിലകളിൽ കടന്നു വരികയും ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തൃക്കണമംഗല ചർച്ച് ഓഫ് ഗോഡ് ശുശ്രൂഷകനായിരിക്കുന്ന ജോജി മിഖായൽ പാസ്റ്റർ ഇപ്പോൾ പ്രാർത്ഥിച്ച് ഡിസ്ട്രിക്ട് പാസ്റ്റർ ആശീർവാദം പറയും. Praise the Lord. Hallelujah, hallelujah, hallelujah. ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീത രാത്രിവേളയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഞങ്ങളുടെ രക്ഷിതാവ് വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ രാത്രികാലം അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ വരച്ചു കാട്ടുവാൻ അങ്ങയുടെ അഭിഷക്ത ഭൃത്യനെ അവിടുന്ന് ബലപ്പെടുത്തിയ കൃപകൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പരിശുദ്ധ പിതാവേ, ഈ രാത്രി ദേശത്തിനാവശ്യമായ ദൈവിക ദൂത് കടന്നു ജനത്തിനാവശ്യമായ ദൈവിക ദൂത് അമ്മയെ പ്രസ്താവിപ്പാൻ അങ്ങയുടെ അഭിഷക്ത ഭൃത്യനെ ദൈവം ബലപ്പെടുത്തിയ കൃപകൾക്കായി നന്ദിയോട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ആമേൻ, ആമേൻ. തേജസ്സുള്ള ദൈവത്തിന്റെ സുവിശേഷം അനേക ജനത്തിന്റെ ഹൃദയത്തെ കുരുടാക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തുവിന്റെ
ആമേ പരിജ്ഞാനം പ്രകാശിപ്പാൻ തക്കവണ്ണം ഈ രാത്രിയിലും വചനത്തിന്റെ മറപൊരുളാക്കി തന്ന ദൈവത്തിന്റെ വിശ്വസകൾക്കായി സ്തോത്രം. അങ്ങയുടെ ഭൃത്യനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പിന്നെ ശക്തിയോടെ ദൈവം ഉപയോഗിക്കണമേ. കടന്നു സ്ഥാനങ്ങളിൽ ദൈവം ഉപയോഗിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. ഈ രാത്രി കൂട്ടിവരുത്തിയ എല്ലാ ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. വചനം അടുത്തു മകളെ ഒരുപോലെ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. മാറ്റമില്ലാത്ത വചനത്തിന്റെ വിടുതൽ തുടർന്നുള്ള ദിവസങ്ങളിലും ജീവിതത്തിൽ അനുഭവിപ്പാൻ, ഹൃദയത്തിൽ ആ തേജസ് പ്രകാശിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാ തുടർന്നോട് സഹായിക്കണമേ. ഞങ്ങളുടെ ഭൃത്യന്മാരെ രാത്രി ദൈവം ഉപയോഗിച്ചല്ലോ. രാത്രികാലം ഞങ്ങൾ സമാധാനത്തോടെ കടന്നു പോകട്ടെ. തുടർന്നുള്ള ദിവസങ്ങളിലെ ശുശ്രൂഷകളിലും വലിയ വിടുതലും അനുഗ്രഹവും പരിശുദ്ധാത്മാ ചെയ്തെടുക്കേണ്ടതിനായി സമസ്ത വിഷയത്തെ ഒരിക്കൽ കൂടി തൃക്കരങ്ങൾ ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. മുഴുമഹത്വം ഞങ്ങൾ കർത്താവിന് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദത്തിന് മുൻപായി ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നു. ബി സ്ക്വയർ TV മുഖേന ലോകരാജ്യങ്ങൾ മുഴുവനും അറിയിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവദാസൻ വിനോദ് ടീം അംഗങ്ങളെ എല്ലാവരെയും ഓർത്ത് പ്രത്യേക വന്ദനം അറിയിക്കുന്നു. പ്രാരംഭത്തിൽ ഞാൻ പറയുവാൻ വിട്ടുപോയെങ്കിലും അവരെൻ്റെ സ്നേഹിതരും എൻ്റെ അടുത്ത സഹോദരങ്ങളുമാണ്. അവർക്ക് വേണ്ടി പ്രത്യേക വന്ദനം അറിയിക്കുന്നു. ആമേൻ. നമ്മുടെ ഈ പ്രോഗ്രാം ഈ 3 ദിവസവും ലോകരാജ്യങ്ങളിൽ നിങ്ങളുടെ സ്നേഹിതരായിട്ടുള്ള കുടുംബാംഗങ്ങളായിട്ടുള്ള എല്ലാവർക്കും അതത് സ്ഥാനത്തിരുന്ന് കാണുവാനുള്ള അവസരമുണ്ട്. കൃപയാൽ അത് അങ്ങനെ പ്രിയപ്പെട്ടവനെ ഒരുക്കുവാനിടയായി. ആമേൻ. ആ ടീമിനെയും ആമേൻ പ്രത്യേകാൽ വിനോദിനെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് വിളിച്ചു പറയുകയും ആമേൻ സഹകരിക്കുകയും ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. കർത്താവദാസനിപ്പോൾ ആശീർവാദം പറയും. യഹോവ തിരുമുഖങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. യഹോവ തിരുമുഖങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങളെ സമാധാനത്തോടെ അയക്കുമാറാകട്ടെ. ഇങ്ങനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധന്മാവിൻ്റെയും കൃപയും സമാധാനവും അനുഗ്രഹങ്ങളും നന്മകളും ആശീർവാദങ്ങളും നമ്മളോടും ഇവിടെ നടക്കുന്ന സുവിശേഷ മഹായോഗത്തോടും ഇന്ന് രാത്രി ശ്രീമായ ദൈവം സൂചിച്ച കർത്താവിൻ്റെ ദാസമേലും ഇപ്പോഴെപ്പോഴും നമ്മുടെ കർത്താവിൻ്റെ 2ാം വരവിനുണ്ടായിരിക്കുമാറാകട്ടെ. ആർക്കടു ഞാടിന് മകത്താം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ.